നമസ്കാരം. ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല. 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. മനസ്താപമില്ലെന്ന് പ്രഖ്യാപിച്ച് ചിരിച്ചും കൈവീശി കാണിച്ചും കോടതിയിലേക്ക് പോയ ബോബി ചെമ്മണ്ണൂർ പക്ഷേ വിധി വന്നപ്പോൾ തളർന്നുപോയി. ബി രാമൻപിള്ളയുടെ നേതൃത്വത്തിൽ വൻകിട ക്രിമിനൽ അഭിഭാഷകർ അണിനിരന്നെങ്കിലും ബോബിക്ക് ജാമ്യം ലഭിച്ചില്ല. പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന ഹുങ്ക് അവസാനിച്ചു. നിയമം പണക്കൊഴുപ്പിന് മുകളിൽ പറന്നപ്പോൾ ആണഹന്ത തകർന്നു വീഴുകയാണ്. സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ രാഹുൽ ഈശ്വർ, മിഥുൻ വിജയകുമാർ, ശ്രീമതി PM ആതിര, ശ്രീമതി ആശ ഉണ്ണിത്താൻ, ശ്രീമതി അനു പാപ്പച്ചൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇന്ന് രാവിലെയും പ്രതീക്ഷിച്ചത് ഈ കേസിൽ ജാമ്യമുണ്ടാകും എന്നുള്ളതാണ്. എത്ര ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു 12 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂർ ആ കോടതിയിലേക്ക് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. ഒരു ഘട്ടത്തിലും മനസ്താപം പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ കാര്യത്തിൽ ഉറച്ചുനിന്ന് സുസ്മേരവദനായി കൈവീശി കാണിച്ചു പോയ ബോബി ചെമ്മണ്ണൂരിന് വിധി കേട്ടപ്പോൾ എന്തായാലും നിയമം എന്താണ് എന്ന് മനസ്സിലായി കാണില്ലേ? ശ്രീ അഭിലാഷ്, ദയവായി അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു. ചില മാധ്യമങ്ങളോട് അദ്ദേഹം മാപ്പും മറ്റും പറഞ്ഞു. അതുകൊണ്ട് മനസ്താപമില്ല എന്നൊന്നും പറയരുത്. ലീഗൽ സ്ട്രാറ്റജിയുടെ ഭാഗമായി അദ്ദേഹത്തിന് കോടതിയിൽ എടുക്കുന്ന നിലപാടുകൾ കാണാം. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിലേക്ക് കോടതി അതിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അവർ ഹൈക്കോടതിയിലേക്ക് അടക്കം സമീപിച്ച് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടും കാര്യം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ബോബി ചെമ്മണ്ണൂരിനെ വേട്ടയാടുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അഭിലാഷിന്റെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഒരുതരം ആനന്ദ തിമിർച്ചയാകരുത്. ആനന്ദമല്ല, ഒരാളെയും വേട്ടയാടേണ്ട കാര്യം എനിക്കില്ല, മുഖ്യധാരാ മാധ്യമങ്ങൾക്കുമില്ല. ഇവിടെ വേട്ടയാടപ്പെട്ടത് ഒരു സ്ത്രീയാണ്. അത് ഒരു തവണയല്ല. അവർ പൊതുരംഗത്ത് നിൽക്കുന്നു എന്നതിന്റെ പേരിൽ വർഷങ്ങളോളം വേട്ടയാടപ്പെട്ട ഒരു സ്ത്രീ. അവർ പലവട്ടം വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അതിനുശേഷം നിയമത്തിന്റെ വഴി സ്വീകരിച്ചു. നിയമം അവർക്ക് കൃത്യമായ സംരക്ഷണം നൽകുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ നീതിബോധത്തിനപ്പുറത്ത് ഒരു സന്തോഷവുമില്ല. ഇത് ആനന്ദത്തിന്റെ പ്രശ്നമല്ല രാഹുൽ ഈശ്വർ, ആനന്ദത്തിന്റെ പ്രശ്നമല്ല, ഇത് നീതിബോധത്തിന്റെ പ്രശ്നമാണ്. അഭിലാഷിന്റെ സ്വരത്തിൽ ആനന്ദമുണ്ടെന്നും ആ സ്വരത്തിൽ ആനന്ദം മറച്ചു വെച്ച് ആ ആനന്ദം ഇല്ലാതായി അഭിലാഷ് അഭിനയിക്കുന്നതിന് അഭിലാഷിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ തീർച്ചയായും എന്താണ് ഇവിടെ നടക്കുന്നത് ശ്രദ്ധിക്കുക. വിമർശിക്കാൻ പാടില്ല, സ്വരം മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, മനസ്സിലായി. അല്ല, ഒരു കാര്യം മാത്രം, ബോച്ചയെ വേട്ടയാടണം, ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് കേരള സമൂഹം എത്തരുത്. അവിടെയാണ് ഞാൻ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത്. ബോച്ചയെ ആരെങ്കിലും ന്യായീകരിച്ചോ? ഞാൻ അടക്കമുള്ള ആരെങ്കിലും ബോച്ചയെ ന്യായീകരിക്കുന്ന അങ്ങ് കേട്ടോ? ബോച്ചയെ പറഞ്ഞത് ശരിയായില്ല. അതോടൊപ്പം ഹണി റോസിനും സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവുമ്പോൾ എന്തിനാണ് ഹണി റോസ് സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാവുന്നത്? ഹണി റോസിന്റെ വസ്ത്രം മോശമായതുകൊണ്ടാണോ ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്? അവരുടെ വസ്ത്രത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ വിമർശനങ്ങൾ ഉണ്ടാകുകയും അല്ല വസ്ത്രങ്ങളുടെ വിമർശനം പ്രയോഗം ഹണി റോസിന്റെ സമ്മതത്തോടും? അതെങ്ങനെയാണ് ഒരാളുടെ ദ്വയാർത്ഥ പ്രയോഗം മറ്റൊരാളുടെ സമ്മതത്തോടു കൂടിയാവുന്നത്? ഇതിനേക്കാൾ താങ്കൾ ദയവായി ശ്രദ്ധിക്കുക, മോൺസ്റ്റർ സിനിമയിൽ ലാലേട്ടനും ട്രിവാൻഡ്രം ലോഡ്ജ് സിനിമയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ എടുക്കുന്ന നിലപാട്. സിനിമകളാണ്, ആ സിനിമകളിലുള്ളവർ കഥാപാത്രങ്ങളാണ്. ഹണി റോസ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ബോബി ചെമ്മണ്ണൂറും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പൗരന്മാരാണ്, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സിനിമയിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്ത് ന്യായമാണ്? സിനിമയാണോ? അഭിലാഷ് മറുപടി കേൾക്കുന്നില്ല. അഭിലാഷ് ആ സിനിമയിൽ തന്നെയല്ലേ മമ്മൂട്ടി കസബയിൽ പറഞ്ഞത്? പക്ഷേ മമ്മൂട്ടി എന്ന മഹാനടനെ ആക്രമിക്കാൻ ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾക്ക് ഒരു മടിയും. മമ്മൂട്ടി എന്ന മഹാനടൻ കസബയിൽ പറയുന്നത് ആരും എഴുതി കൊടുത്തൊരു ഡയലോഗ് ആയിരുന്നില്ലേ? പക്ഷേ നമ്മുടെ പാർവതി അടക്കം, പാർവതി എന്റെ സുഹൃത്താണ്, അതുവരെ പാർവതി അടക്കമുള്ളവർക്ക് മഹാനടനായ മമ്മൂട്ടിയെ പ്രായം പോലും മറന്ന് സൂപ്പർ സ്റ്റാർ പദവി മറന്ന് മമ്മൂക്ക എന്ന മഹാനടനെ ആക്രമിക്കാൻ ഒരു മര്യാദയും കാണിച്ചില്ല. അപ്പൊ നിങ്ങൾ അഭിപ്രായം പാർവതി പ്രകടിപ്പിച്ചു എന്നതിനപ്പുറത്ത് ആരാണ് ആക്രമിക്കപ്പെട്ടത്? ആക്രമിക്കപ്പെട്ടത് പാർവതിയാണ്. സൈബർ ആക്രമണത്തിന്, സൈബർ ബുള്ളിങ്ങിന് വിധേയായത്. അങ്ങനെ പാർവതിയെ സൈബർ ആക്രമണം നടത്തിയ ആൾക്കൊരു പ്രൊഡ്യൂസർ ജോലി കൊടുത്ത് സഹായിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അല്ലാതെ പാർവതിയല്ല ആക്രമിച്ചത്, പാർവതിയെ ആണ് ആക്രമിച്ചത്. ആ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ സ്ത്രീ വിരുദ്ധത ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ട കാര്യമല്ല എന്നൊരു അഭിനേത്രി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് അവരുടെ അഭിപ്രായമാണ്. അഭിപ്രായം പറഞ്ഞതല്ലാതെ എവിടെയാണ് അവർ ആക്രമിച്ചത്? വിഷയം മാറ്റണ്ട. ഇവിടുത്തെ പ്രശ്നം
ഒരു വരി മാത്രം ഇവിടുത്തെ പ്രശ്നം പുരുഷവിരുദ്ധതയാണ് പുരോഗമനം എന്ന് ഇവിടെ പുരുഷവിരുദ്ധതയും പുരോഗമനവും ഒന്നുമല്ല പ്രശ്നം, നിയമവും നീതിയുമാണ് പ്രശ്നം. ഇതിലെ ആദ്യത്തെ പോയിന്റിലേക്ക് രാഹുൽ ഈശ്വർ വരൂ. ഇതിന്റെ ആദ്യത്തെ പോയിന്റിലേക്ക് വരൂ. ഇവിടെ ആദ്യത്തെ പോയിന്റിലേക്ക് വരൂ. ബോബി ചെമ്മണ്ണൂർ എന്ന കോടീശ്വരൻ കുബേരൻ അയാളുടെ പണത്തിന്റെ ഹുങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അധിക്ഷേപങ്ങളും നടത്തുന്നു. അതിലൊരു വ്യക്തി പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ മുകളിൽ അതിന്റെ മെറിറ്റിൽ തീരുമാനം അത്രമാത്രമേ ഉള്ളൂ. ആ പരാതിക്ക് മുകളിൽ പോലീസ് ആക്ട് ചെയ്യുന്നതോ ആ ആക്ഷൻ നമ്മൾ കാണുന്നതോ ഈ പറഞ്ഞ പരാതിപ്പെട്ട ആളെ സോഷ്യൽ ഓഡിറ്റ് ചെയ്തുകൊണ്ടാവുന്നത് എന്തിനാണ്? അതിന്റെ ആവശ്യം എന്താണ്? അതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം. അഭിലാഷ്, ഒരു വരി മാത്രം താങ്കൾ കേൾക്കൂ. ഒരു വരി മാത്രം. പുരുഷവിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ലിബറലുകളുള്ള ഈ നാട്ടിൽ സാംസ്കാരിക ഡിബേറ്റായി ഇതിനെ അവർക്ക് കാണാൻ കഴിയാത്തത് യാന്ത്രികമായി സാങ്കേതികത്വത്തിൽ പിടിക്കുന്നത് കൊണ്ടാണ്. യാന്ത്രിക സാങ്കേതികത്വത്തിനപ്പുറം ഇതൊരു കൾച്ചറൽ ഡിബേറ്റ് ആണ്. ഹണി റോസിന് നേരെയുള്ള വിമർശനം, അമല പോളിന് നേരെയുള്ള വിമർശനം, ദിവ്യപ്രഭയ്ക്ക് നേരെയുള്ള വിമർശനം, ഇതൊരു സാംസ്കാരിക പശ്ചാത്തലമാണ്. ആ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ആരും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. എന്നാൽ മോശം വസ്ത്രധാരണമുണ്ട് എന്ന വിമർശനം പറഞ്ഞാൽ തന്നെ നീ 15ാം നൂറ്റാണ്ടിൽ നീ പിന്നോക്കക്കാരനാണ് അല്ലെങ്കിൽ നീ കഴിഞ്ഞ നൂറ്റാണ്ടാണ് എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലാണ്. ഒരു പുരോഗമനവാദം പാരമ്പര്യവാദം എന്നൊരു ഡിബേറ്റ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പുരോഗമനം, പാരമ്പര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കൂ. ഒരു വ്യക്തി അധിക്ഷേപം നേരിട്ടു, ആ വ്യക്തി പരാതി കൊടുത്തു, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആക്ട് ചെയ്തു. ഇതാണല്ലോ നടന്നത്. ഇതിൽ ഈ പരാതിപ്പെട്ട വ്യക്തിയുടെ വസ്ത്രത്തിനോ വസ്ത്രധാരണത്തിനോ അവരുടെ സിനിമയ്ക്കോ ഒക്കെ എന്താണ് റോൾ? അതിലൊന്നും ഒരു പങ്കാളിത്തവുമില്ല. ഇവിടെ പരാതി കിട്ടി, ആ പരാതിയുടെ മുകളിൽ ആക്ഷൻ എടുത്തു. അതിനെ എന്തുകൊണ്ടാണ് അങ്ങനെ കാണാത്തത്? നത്തിങ് കംസ് ഫ്രം വാക്യൂം. അഭിലാഷ് വാക്യൂമായി അത് ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ സാംസ്കാരിക ഡിബേറ്റിലേക്ക് പോയാൽ അഭിലാഷിന്റെ പോയിന്റ് ജയിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. അതിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക് പോയാൽ മാതൃഭൂമിയുടെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ മതി ജനങ്ങൾ എവിടെയാണെന്ന്. അങ്ങനെ ആൾക്കൂട്ടത്തിനനുസരിച്ച് ആൾക്കൂട്ടത്തിന്റെ മനോഭാവം ഉണ്ടാകും, ആൾക്കൂട്ടത്തിന്റെ മനോഗതം ഉണ്ടാകും. അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ മനോഗതത്തിനനുസരിച്ച് ആൾക്കൂട്ടം നിർമ്മിക്കുന്ന പൊതുബോധത്തിനനുസരിച്ച് വർത്തമാനം പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ നിയമം പറയുന്നത്, ഈ രാജ്യത്തെ ഭരണഘടന പറയുന്നത് അനുസരിച്ച് സംസാരിക്കാനാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളും കമന്റ് ബോക്സിലല്ലേ എവിടെ വന്ന് പറഞ്ഞാലും നീതിബോധത്തിന്റെ പക്ഷത്തെ ഇക്കാര്യത്തിൽ നിൽക്കാൻ കഴിയും. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം, അങ്ങ് തുടരും. ഇവിടെ ശ്രീമതി പി എം ആതിര ഇതുപോലെ ഒരു കേസിൽ ജാമ്യം കിട്ടിയേക്കുമെന്നാണ് പൊതുവെ ആളുകൾ വിചാരിച്ചിരുന്നത്. പക്ഷെ കോടതി അതിശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ തന്നെ പ്രതീക്ഷിച്ചത് അദ്ദേഹം ഏറ്റവും പ്രമുഖരായ കേരള സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തനായ ക്രിമിനൽ ലോയറെ അദ്ദേഹത്തിന്റെ ഈ ലീഗൽ സെല്ലിനെ ഇറക്കുന്നു. ബി രാമൻപിള്ള വളരെ നേരത്തെ കോടതിയിൽ ഹാജരാകുന്നു. ജാമ്യവുമായി കൈവീശി കാണിച്ച് ആനന്ദാതിരേകത്തോടുകൂടി ഇറങ്ങി വരാനിരുന്ന ബോബി ചെമ്മണ്ണൂരിന് പക്ഷെ കോടതി വിധി കേട്ട് സംഭ്രമം തോന്നുകയാണ് ചെയ്തത്. വളരെ ശക്തമായ നടപടി എടുക്കുന്നു. ഒരു പരാതി വരുന്നു, ആ പരാതിയിൽ സ്വിഫ്റ്റായ ആക്ഷൻ ഉണ്ടാവുന്നു. ഒരു ദിവസം പോലും താമസിക്കാതെ വയനാട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കാൻ കോടതി ഉത്തരവിടുന്നു. ഇതൊരു ഡിറ്ററന്റ് ആയി മാറുമോ? എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അതിനകത്ത് ആക്ഷൻ വരുമെന്നുള്ളത് തീർച്ചയായും ഇത്തരം അതിക്രമങ്ങൾക്ക് വിധേയരാകേണ്ടി വന്ന ഇനിയും ഈ സമൂഹത്തിൽ സ്ത്രീയായിട്ടും ട്രാൻസ്പേഴ്സൺസായിട്ടൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഏത് നിമിഷവും നേരിടാൻ സാധ്യതയുള്ള ചില അതിക്രമങ്ങൾ, സെക്ഷൽ ഹാരാസ്മെൻ്റ് ഒക്കെ തന്നെയാണിത്. അത്തരമൊരു അതിക്രമം സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ക്വിക്കായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവുന്നതും കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്രയും ഈ പറയുന്ന രീതിയിലേക്കുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് അത്തരം പരാതിക്കാരികളെ സംബന്ധിച്ചിടത്തോളം, ആ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസത്തിന് ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. സാധാരണ അത്തരം പരാതിയായിട്ട് വരുന്ന ആളുകളെ ആത്മവിശ്വാസത്തെ കെടുത്തും വിധമുള്ള പല രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു സിസ്റ്റം എത്രമാത്രം ഇത്തരം സംഭവങ്ങളോട് വളരെ ഉദാസീനമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത് എന്നുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായ സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ പ്രതി അത് എത്ര പ്രബലനായാലും അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ നിയമത്തിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷൻ സംവിധാനവും അതിശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ജയിലിലേക്ക് പറഞ്ഞയക്കാനുള്ള റിമാൻഡ് സംവിധാനത്തിലേക്ക് എത്തിക്കാൻ ഉള്ള ആർഗ്യുമെൻറ്റ്സ് കോടതിക്കകത്ത് നടത്തുന്നു. അതിന് കേരളത്തിൽ എത്രയും പ്രബലനായിട്ടുള്ള ക്രിമിനൽ വക്കീൽ മറുഭാഗത്തൊരു മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിൽ വന്നാൽ പോലും അതിനെ ഈ രീതിയിൽ
മറികടക്കാൻ കഴിയും വിധമുള്ള ഒരു ഇച്ഛാശക്തി നീതിന്യായ സംവിധാനത്തിനുണ്ട് എന്നുള്ളതൊക്കെ കേരളത്തിലെ പൊതു സമൂഹത്തിനും മനസ്സിനും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഇത്തരം വിഭാഗത്തിൽപ്പെട്ടുള്ള മനുഷ്യർക്കും തരുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് നമുക്കൊക്കെ ഇനിയിപ്പം സന്തോഷമില്ല നീതിയുടെ പക്ഷത്തു നിന്നും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കൊക്കെ നല്ല സന്തോഷമുണ്ട് ഇങ്ങനൊരു വിധി ഉണ്ടായതിൽ. ഇങ്ങനെ ഒരു ക്രിമിനലിനെ ജയിലിലേക്ക് ഒരു ദിവസം ജയിലിലേക്ക് പറഞ്ഞേക്കാൻ കഴിയും വിധമുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ ഈ നാട്ടിനകത്തുണ്ട്, എത്ര പ്രബലനായാൽ പോലും എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഡിലേഡ് FIR ആണെന്നൊക്കെ വാദിക്കാനൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകൾ കോടതി മുറിക്കകത്തുണ്ടായിരുന്നു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ അതിജീവിതയുടെ പക്ഷത്ത് നിൽക്കാൻ, ഇരയുടെ പക്ഷത്ത് നിൽക്കാൻ നീതിന്യായ സംവിധാനവും സന്നദ്ധമായി എന്നുള്ളത് ഒട്ടും ചെറുതായ കാര്യമല്ല. അതുകൊണ്ട് അഭിലാഷ് നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ളൊരു ക്രിമിനലിലേക്ക് ഉള്ളിലേക്ക് പോകുന്ന കാഴ്ച ഞങ്ങൾ സ്ത്രീകൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇതിനകത്ത് പിന്നെ ഒഫൻസ് എന്താന്നുള്ളത് പബ്ലിക്കിന്റെ മുന്നിലുണ്ട്. രാഹുലെ, നിങ്ങൾ എത്ര അയാളെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നടന്ന ഒഫൻസ് പബ്ലിക്കിന്റെ മുന്നിലുണ്ട്. ആ ഒഫൻസ് പ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 75(1) അട്രാക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നിയമം അറിയുന്ന ആളുകൾക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ക്രിമിനൽ ആയോന്ന് ഇങ്ങനെ വിരളി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ഒരു ക്രൈം നടത്തിയ ഒരാൾക്ക് മിനിമം ലഭിക്കേണ്ടുന്ന കാര്യങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്. മാക്സിമം എന്തെന്നുള്ള കോടതി വിചാരണയൊക്കെ നടത്തി തീരുമാനിച്ചോട്ടെ, അതിനൊക്കെയുള്ള നീതിന്യായ സംവിധാനമൊക്കെ നാട്ടിലുണ്ട്. പക്ഷെ മിനിമം ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് നടപ്പിലാക്കുമ്പോൾ ഈ നാട്ടിലുള്ള നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ സന്തോഷിക്കും എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ആതിരയുടെ ടേക്ക്. ഞാൻ വരാം ശ്രീമതി അനു പാപ്പച്ചൻ. ഇവിടെ ഇപ്പോ രാഹുൽ ഈശ്വർ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ചർച്ചയുടെ കമന്റ് ബോക്സ് നോക്കൂ എന്നുള്ളത്. ഇന്നലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ ആളുകൾ തിങ്ങിക്കൂടി വേവ് ചെയ്യുന്നത് കൊണ്ടു അപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും, നിയമം എത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ആൾക്കൂട്ടത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ബോബി ചെമ്മണ്ണൂർമാർക്ക് ആത്മവിശ്വാസമുണ്ട്, അങ്ങനെ ഉണ്ടാകുന്നുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അഭിലാഷ്, എന്നെ മുഴുവൻ പറയാനായിട്ട് സമ്മതിക്കണം. ആദ്യമേ തന്നെ ഈ വഷളത്തരം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ട്രെൻഡായി തന്നെ ആഘോഷിക്കുന്നു എന്നുള്ളതിന് ഇപ്പോൾ ഒരു ബോബി ചെമ്മണ്ണൂർ എന്നുള്ള പേര് മാത്രം. ഇതിനു മുൻപും ഇപ്പോ ഹണി റോസി ഈ ദിവസങ്ങളിലൊക്കെ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം മാത്രമല്ല, ഇൻസ്റ്റയിലോ സോഷ്യൽ മീഡിയയിലോ മറ്റ് അവരുടെ സ്ഥലങ്ങളിലോ അവർക്ക് എതിരെ വരുന്ന പല കമന്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തോടൊപ്പം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂസ് ചാനൽ പോലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് അപ്പുറത്ത് ബോബി ചെമ്മണ്ണൂരിനെ പോലെ പ്രബലനായിട്ടുള്ള, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അലങ്കാര പദങ്ങളൊക്കെ ഉള്ള ഒരാളുള്ള രീതിയിലാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. രാഹുൽ ഈശ്വർ 2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് പുരുഷവിരോധത്തിനെതിരെയാണ്, പുരുഷവിരോധമുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യം മോശം വസ്ത്രധാരണ എന്ന് പറയുമ്പോൾ അത് 15-ാം നൂറ്റാണ്ടിലെ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്നുള്ള രീതിയിലും. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, നമ്മൾ തന്നെ എത്ര വട്ടം ഇവിടെ സ്ത്രീ അധിക്ഷേപത്തെ കുറിച്ച് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഈ 2025 ജനുവരി പിറന്നിട്ടും നമ്മൾ അതേ വിഷയത്തിൽ തന്നെ, ഇത് വസ്ത്രധാരണമാണ് ആക്ഷേപം ഉണ്ടാകാൻ കാരണം എന്നുള്ള രീതിയിലുള്ള ചർച്ച തുടരുന്നതിലെ ഒരു മാനക്കേട് ആലോചിക്കുക. മറ്റൊന്ന്, സിനിമയെ സംബന്ധിച്ച് രാഹുൽ പറഞ്ഞ കാര്യം, അതായത് ഇപ്പൊ മോൺസ്റ്റർ സിനിമയെ കുറിച്ച് പരാമർശിച്ചു, ട്രിവാൻഡ്രം ലോഡ്ജിനെ കുറിച്ച് പരാമർശിച്ചു. അവിടെയൊക്കെ രാഹുൽ പറഞ്ഞൊരു കാര്യം, ലാലേട്ടൻ പറഞ്ഞപ്പോഴും മലയാളികളുടെ മഹാനടനായ മമ്മൂട്ടി പറഞ്ഞപ്പോഴും പ്രശ്നമുണ്ടായി, ഹണി റോസിന് പ്രശ്നം ഉണ്ടായില്ല എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത് പറയുന്ന ലാലേട്ടനും ഇത് പറയുന്ന മമ്മൂട്ടിക്കും അത് പറയുന്നത് മോശമാണ് എന്നുള്ളൊരു രീതിയിലുള്ള ചിന്ത എന്തുകൊണ്ടാണ് രാഹുലിന് ഇല്ലാത്തത്? അതുപോലെ തന്നെ എഴുതി കൊടുത്തൊരു ഡയലോഗ് അല്ലേ അവർ പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ എഴുതി കൊടുത്ത ഡയലോഗ് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. വഷളത്തനം എന്ന് പറയുന്നത്, സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത്, സ്ത്രീയുടെ നേർക്കുള്ള ഇത്തരത്തിലുള്ള അശ്ലീല വാക്കുകൾ പ്രയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ഇപ്പോ കമന്റ് ബോക്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കൂടിയാണ്. ആൾക്കൂട്ടം ഇത്തരത്തിലൊരു പ്രവണത നടത്തുന്നത് ഏത് രീതിയിൽ, എങ്ങനെയുള്ള ഈ സാംസ്കാരിക ഡിബേറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഏത് സാംസ്കാരിക കേരളത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടാവുന്നത്? അപ്പോൾ ഇതാണ് കേരളത്തിന്റെ സാംസ്കാരിക നിലവാരം. ഈ വഷളത്തരം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല.
മീഡിയ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിവിടെ ഉണ്ട്. പക്ഷെ ഇത്രയധികം വിസിബിൾ ആയി, ഇത്രയധികം ദൃശ്യതയോടുകൂടി നമ്മൾ കാണുന്നത് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇത്രയധികം ടെക്നോളജി വികസിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നാളെയും ആൾക്കൂട്ടം ഈ രീതിയിൽ തന്നെ തുടരും. കാരണം നമ്മുടെ സാംസ്കാരിക കേരളം അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിൽ എന്തുകൊണ്ടാണ് രാഹുലിനെ പോലുള്ള ആളുകൾ, രാഹുൽ പറയുന്ന വാദം വെച്ചിട്ടാണെങ്കിൽ ഈ സാംസ്കാരിക ഡിബേറ്റിന്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉന്നയിക്കാത്തത് എന്നുള്ളതാണ് എന്റെ സംശയം. മറ്റൊന്ന്, ദ്വയാർത്ഥ പ്രയോഗത്തെ കുറിച്ച് കൂടി പറഞ്ഞു. ദ്വയാർത്ഥ പ്രയോഗം കേട്ട് ചിരിച്ചു എന്ന്. ഈ താരസംഘടന, അമ്മയുടെ നേതൃത്വത്തിലുള്ള ഈ താരസംഘടന നടത്തുന്ന ആനുവൽ ഷോകൾ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സ്ഥിരം അശ്ലീല പ്രയോഗങ്ങൾ നിറഞ്ഞ പരിപാടികളും അത്തരത്തിലുള്ള അവതരണങ്ങളുമാണ് അവിടെ വരുന്നത്. അപ്പൊ ഈ ദ്വയാർത്ഥ പ്രയോഗം കൃത്യമായി ആഘോഷിക്കുന്ന, ആനന്ദിക്കുന്ന താരപ്രമുഖന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണെന്നും പറയാൻ പറ്റാത്തത്? അപ്പൊ അത്തരത്തിലുള്ള ഈ ആൺബോധത്തെ തൃപ്തിപ്പെടുത്തുകയും അവരുടെ ലൈംഗിക അഭിലാഷങ്ങളെ ശമിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ അവർ ഇടപെടുന്നതിനെ, അവർ അതിൽ ഇരയല്ല, അവരതിൽ വേട്ടക്കാരായി നിൽക്കുന്നതിനെ നമ്മൾ കാണാതിരിക്കുകയും അതിൽ ഇരയാകുന്ന, അത്തരത്തിലുള്ള വിഷയത്തിന് വിധേയയാകുന്ന സ്ത്രീയെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന രാഹുലിന്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. രാഹുലിന്റെ ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോ നമ്മൾ ഇന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ രാഹുൽ ഈശ്വർ ആൾക്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഈ കമന്റ് ബോക്സിലൊക്കെ വലിയ തോതിൽ ബോബി ചെമ്മണ്ണൂരിന് അഭിവാദ്യം അർപ്പിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. എത്രയോ കാലമായി ഈ ഓൺലൈനിലും ഓഫ്ലൈനിലും എത്രയോ സ്ത്രീകൾ ഇത്തരത്തിലുള്ള അധിക്ഷേപത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സെലിബ്രിറ്റീസ് ഉണ്ട്, സെലിബ്രിറ്റീസ് അല്ലാത്ത ആളുകളുമുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതിൽ അനോണിമസായി ആളുകളെ ചീത്ത വിളിക്കാം, വ്യക്തിഹത്യ ചെയ്യാം, നിയമത്തിന്റെ പരിമിതിയുണ്ട്, ഇങ്ങനെ ധാരാളം കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഏറ്റുവാങ്ങി, അപമാനങ്ങൾ, അവഹേളനങ്ങൾ ഏറ്റുവാങ്ങി പാനിക് അറ്റാക്കോ ഡിപ്രഷനോ ഒക്കെ വരുന്ന, പൊതുരംഗത്ത് നിന്ന് തന്നെ നിഷ്ക്രമിക്കേണ്ടി വരുന്ന ആളുകളില്ലേ, അതുപോലെയുള്ള ആളുകളെ സംബന്ധിച്ച് മുഴുവൻ ആളുകൾക്കും ഞാനൊരു യുദ്ധം തുടങ്ങുകയാണെന്നാണ് ഹണി റോസ് പറഞ്ഞത്. അങ്ങനെ ഒരു വലിയ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ ഇന്നിപ്പോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് താങ്കൾ ഇതിനെ കാണാത്തത്? അഭിലാഷ് ഓർമ്മ കാണും, എനിക്ക് വ്യക്തിപരമായ ഏറ്റവും ദേഷ്യമുള്ള ബിന്ദു അമ്മിണി ഇതേപോലെ ആക്രമണം നേരിട്ടപ്പോൾ ബിന്ദു അമ്മിണിയോട് പരസ്യമായി മാപ്പ് പറയുകയും ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അവരോട് വ്യക്തിപരമായി സോറി പറഞ്ഞു. ഞാനല്ല ചെയ്തത്, പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞത് തെറ്റാണ്. ഒരു സ്ത്രീയെ അപമാനിക്കരുതെന്ന നിലപാടുണ്ട്. പക്ഷെ അഭിലാഷ് മറക്കുന്ന കോണ്ടെക്സ്റ്റ് എന്താണ്? സ്ത്രീകളെ അമിതമായി സെക്ഷുവലൈസ് ചെയ്യപ്പെടുന്ന, കമോഡിഫൈ ചെയ്യപ്പെടുന്ന, ഒബ്ജക്ടിഫൈ ചെയ്യപ്പെടുന്ന, വസ്തുവൽക്കരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം വിമർശിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? സ്ത്രീകളെ ഏറ്റവും ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് താല്പര്യമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഹണി റോസിന്റെ ശരീരം സെക്ഷുവലൈസ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമന്റ്, നിരന്തരമായ കമന്റുകൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞുകൊണ്ടിരുന്നത്, ആവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണോ? എനിക്ക് മനസ്സിലായില്ല. ഹണി റോസ് അടക്കം, ഞാൻ ഹണി റോസിനെ എന്റെ വാക്കുകളിലൂടെ അല്ല, ഫറാഷിബിലെ അടക്കം ചൂണ്ടിക്കാട്ടിയ വാക്കുകളിൽ സൂചിപ്പിക്കുന്നത് താങ്കൾ ഒരു കാര്യം പറയാം, ഫറാഷിബിലെ ആധാരമാക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് പറയൂ എന്താണ് സാധ്യതയോടുകൂടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരാൾ അബ്യൂസ് ചെയ്യപ്പെടാൻ എന്ത് കാരണമാണ്? അതൊരു ന്യായമാണോ? റീസൺ ഉണ്ട്. ഇല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ നാളെ അറസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഫറാഷിബിലെ പ്രശ്നം, രാഹുൽ നാളെ ഹണി റോസിനെ മോശം പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യും. അതായത് ഫറാഷിബിലാന്ന സ്ത്രീ വളരെ ബാലൻസ്ഡ് ആയി പറഞ്ഞ കാര്യം എന്ത് സൂചിപ്പിച്ചില്ലെങ്കിൽ നാളെ എന്റെ വീട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യും. നാളെ ചർച്ച ചെയ്യുകയും ചെയ്യും. രാഹുൽ ഈശ്വർ പറഞ്ഞാലും ഫറാഷിബിലെ പറഞ്ഞാലും അതിന് ഇവിടെ എന്താണ് പ്രസക്തി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു സ്ത്രീ അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പരാതി കൊടുക്കുമ്പോൾ അവരുടെ വസ്ത്രത്തിനോ അവരുടെ സിനിമയ്ക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ എന്താണ് അവിടെ കാര്യം? ഞാൻ ഒരു വരി താങ്കൾ കേൾക്കൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം തൊട്ട് സ്പൂൺ വരെ വിൽക്കുന്ന പരസ്യങ്ങളിൽ പോലും സ്ത്രീ ശരീരങ്ങൾ സെക്ഷുവലായി ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള നിലപാടെടുക്കുന്നതിന് പകരം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പരമാവധി സെക്ഷുവാലിറ്റിയുടെയും കമോഡിഫിക്കേഷന്റെയും വിപണന സാധ്യതകൾ ഒരു വ്യക്തി ഉപയോഗിച്ചതിന് ശേഷം മറ്റൊരു വ്യക്തി ഒരു തമാശ പറഞ്ഞു, അതുകൊണ്ട് ഇവൻ 1 മുതൽ 3 വർഷം ജയിലിൽ കിടക്കണമെന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കില്ല. ഇനി ഒരു കാര്യം കൂടെ അഭിലാഷ് ശ്രദ്ധിക്കണം, എന്താ അറിയാമോ? തമാശയായി കേൾക്കുന്ന ആൾക്ക് തോന്നണ്ടേ? ശ്രദ്ധിക്കൂ, ഈ ഹണി റോസ് മോഡലായിട്ടുണ്ട്, അവർ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ എന്തും പറയാം ആർക്കും എന്നാണോ? അങ്ങനെ എന്തും പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ അഴിയേണ്ടുന്നത്.
എങ്ങനെയാണ് തമാശയാവുക? ഒരാളെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് തമാശയാവുക? ഏത് നിയമത്തിൽ, ഏത് ബോധത്തിൽ എങ്ങനെയാണ് ഒരാളെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നത് തമാശയാവുക? അല്ല, അത് ആ ദ്വയാർത്ഥ പ്രയോഗം തമാശയായിരുന്നില്ലേ? ഇത്രയും മാസങ്ങൾക്ക് ശേഷമാണോ അത് തമാശയല്ലെന്ന് മനസ്സിലായത്? അവർ നിരന്തരമായി ഇത് സഹിച്ചതിന് ശേഷമാണ് പരാതി കൊടുത്തതെന്ന് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. നിരന്തരമായി സഹിച്ചത് കൊണ്ടാണ് പരാതി കൊടുത്തത് എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു വേദിയിൽ ഒരു തവണ പറഞ്ഞുപോയി എന്നുള്ളതല്ല, നിരന്തരമായി ഇത് സഹിച്ചത് കൊണ്ടാണ് അവർ പരാതി കൊടുക്കുന്നത്. എങ്ങനെയാണ് ലൈംഗിക അധിക്ഷേപം തമാശയാവുക? അതെനിക്ക് മനസ്സിലായില്ല. അവർ മോഡലാണ്, അല്ലെങ്കിൽ അവർ ഇനോഗ്രേഷൻ പോയി, അവർ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു, അതുകൊണ്ട് എന്തും പറയാം, ആർക്കും അവരെ എന്തും പറയാമെന്നാണോ രാഹുൽ ഈശ്വർ? അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞതിനാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, കേരളത്തിൽ ആരെങ്കിലും ന്യായീകരിച്ചോ? പകരം ന്യായീകരിക്കുകയാണ്. ബോച്ചെ പറഞ്ഞത് ശരിയായില്ല, ബോച്ചെ പിൻവലിക്കണം. താങ്കൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കമ്മോഡിഫിക്കേഷൻ, സെക്ഷലൈസേഷൻ, ഒബ്ജക്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ കാര്യത്തിലൊന്നുമല്ല, ന്യായീകരിക്കാനാണ്. മറുഭാഗത്തുള്ള കാര്യങ്ങൾ അഭിലാഷ്, ഞാൻ ഒരു വരി തീർത്തോട്ടെ. മറുഭാഗത്ത് കണ്ണട ചിരുട്ടാക്കുകയും ഓൾറെഡി ബോബി ചെമ്മണ്ണൂർ ക്രിമിനലാണ്, ഇനിയും ഹണി റോസ് അതിജീവനയാണെന്ന് ബ്രാൻഡ് ചെയ്തും കഴിഞ്ഞു. അതായത് കോടതിയിൽ കേസ് എത്തി നിൽക്കുന്ന അവസരത്തിൽ ബോബി ചെമ്മണ്ണൂർ ക്രിമിനൽ ആണെന്നും അതിജീവിതയാണ് ഹണി റോസ് എന്നും ഓൾറെഡി ബ്രാൻഡ് ചെയ്ത് വരെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. അതിനൊന്നും അഭിലാഷ് എതിർത്തില്ലല്ലോ. എന്താ കോടതിയിൽ കേസ് നടക്കുകയല്ലേ, കേസിന്റെ മെറിറ്റ് വരട്ടെ എന്ന് പോലും ചോദിച്ചല്ലോ. കോടതി എന്ന് പറഞ്ഞത് കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്നല്ലേ? BNS-ന്റെ 75-ന്റെ 4-ാം ഉപവകുപ്പിന്റെ സെക്ഷനാണ് വരുന്നത്. ആ കേസിലേക്ക് മെറിറ്റിലേക്ക് കടന്നില്ല. പക്ഷെ ബോബി ചെമ്മണ്ണൂർ ക്രിമിനലായി, ഓൾറെഡി ഹണി റോസ് അതിജീവിതയുമായി. ഈ അതിജീവിതകളെ സൃഷ്ടിക്കാനുള്ള, അല്ലെങ്കിൽ എല്ലാ പുരുഷനും വേട്ടക്കാരാന്ന് പറയാനുള്ള വ്യഗ്രത, സ്പീഡിനെയാണ് നിങ്ങളൊക്കെ എതിർക്കുന്നത്. കുറെ കൂടെ അവധാനത കാണിക്കൂ, കുറെ കൂടെ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നു മാത്രമാണ്. ഇനി ഒരു കാര്യം കൂടെ, ഹണി റോസിനെ വിമർശിച്ചൂടെ? ഹണി റോസ് വിമർശനത്തിന് അതീതയാണോ? ഹണി റോസിനെ എനിക്ക് ഇഷ്ടമാണ്, ബഹുമാനമാണ്. സമൂഹത്തിലെ ആരെയും വിമർശിക്കാം, പക്ഷേ വിമർശനവും ലൈംഗിക അധിക്ഷേപവും രണ്ടും രണ്ടാണ്. ഒരാളെ ലൈംഗിക അധിക്ഷേപം നടത്തിയതിനു ശേഷം ഞാൻ നിങ്ങളെ വിമർശിച്ചതല്ലേ, നിങ്ങൾ വിമർശനത്തിന് അതീതയല്ലല്ലോ എന്ന് പറയുന്നതിൽ കാര്യമില്ല. വിമർശനവും വേറെയാണ്, ലൈംഗിക അധിക്ഷേപം വേറെയാണ്. ലൈംഗിക അധിക്ഷേപങ്ങളെ തമാശയായി കാണാനും കഴിയില്ല. ഞാൻ വരാം. അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിയമരംഗത്തുള്ളവർ മാത്രമല്ല, പൊതുസമൂഹത്തിൽ നീതി ആഗ്രഹിക്കുന്ന ആളുകൾ പലരും ആശ്വാസത്തിലാണ്. ഇതുപോലൊരു വിഷയം, ഇത് ഒരുപാട് ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ ഹണി റോസ് എന്ന അഭിനയത്തിന് മുന്നോട്ട് വരികയും ഒരു പരാതി കൊടുക്കുകയും ചെയ്തപ്പോൾ സത്വരമായ നടപടി ഉണ്ടായി. അതിനനുസൃതമായ നടപടി കോടതിയിൽ നിന്നും ഉണ്ടായി. എത്ര കുബേരനും നിയമം വിട്ട് കളിച്ചാൽ അഴിയെണ്ണേണ്ടി വരുമെന്നൊരു സൂചന വരുന്നുണ്ട് എങ്കിൽ അത് മാർജിനലൈസ്ഡായ, അത്ര പണമില്ലാത്ത സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരെ സംബന്ധിച്ച് ആശ്വാസകരമാവുമെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നൊരു സംഗതി, ഒരു ചെറിയ ഡെറ്ററൻ്റ് ഇഫക്റ്റ് ഉണ്ട് ഈ ചെറുപ്പക്കാരുടെ ഇടയിലും. കുറച്ച് സിസ്റ്റത്തെക്കുറിച്ചുള്ള അറിവില്ലാത്ത ആളുകളുടെ ഇടയിലൊക്കെ ഒരു വിചാരമുണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ, വക്കീലുണ്ടെങ്കിൽ, പോലീസുകാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ ആരുമൊന്നും പിടിക്കപ്പെടില്ല എന്ന്. അതിനെ സഹായിക്കുന്ന കുറേ സംഗതികളാണ് ദിലീപിൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടതും. കാരണം വിജയബാബുവിൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം അവരുടെ പൈസയുണ്ട്, അവർ നാട് വിട്ടു പോകുന്നു, അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്നു എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പൈസക്കാരനായ ഒരാളെ പോലീസ് പിടിക്കുന്നത്. അപ്പോൾ പൈസ ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ രാമപിള്ള സാറ് വന്നാലും പോരാ, ചില സമയത്തൊക്കെ നിയമം പിടിമുറുക്കും എന്നുള്ളത് ആ പെർപെട്രേറ്റേഴ്സ് ഓഫ് ക്രൈം, ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗിൽറ്റി ഇൻറ്റൻഷനുള്ള മനുഷ്യരുണ്ടെങ്കിൽ അവരിലൊരു ഭയം വരും. അതാണ് ഒരു പ്രത്യേകത. കാരണം ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ ചില സമയത്തൊക്കെ ഏതോ റീലിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ താരസംഘടനയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ പല ഗോഷ്ഠികളും കാണിക്കുന്നത്, അശ്ലീല ഗോഷ്ഠികൾ. അത് പക്ഷെ അവരുടെ അവിടേക്ക് ക്യാമറ കൊണ്ട് വെച്ചിട്ടല്ലേയും ചോദിക്കും, പക്ഷെ അതൊരു പൊതു ഇടാണ്. പിന്നെ അവർ താരങ്ങളാണ്, അവരിലേക്ക് ക്യാമറ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അവർക്കൊക്കെ ഇനി അങ്ങനത്തെ ഗോഷ്ഠികളൊക്കെ കാണിക്കാൻ വലിയ ധൈര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ സ്കിറ്റുകൾ, സിനിമയിലെ ഈ നടന്മാരൊക്കെ കൂടി തന്നെ അവരുടെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയോ പരിപാടികളൊക്കെ നടത്തുമ്പോൾ, സ്റ്റേജ് ഷോ അതൊക്കെ നടത്തുന്ന സമയത്ത് ആൾക്കാർക്ക് ഈ അശ്ലീലം പറഞ്ഞാലാണ് തമാശ തോന്നുള്ളൂ എന്ന വിചാരം, ഹ്യൂമർ അതാണെന്ന് തെറ്റിദ്ധരിച്ച് അശ്ലീലം പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യ ശരീരങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ, ബോഡി ഷേമിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരം സംഗതികളൊക്കെയാണ് തമാശയായിട്ട് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്നത്. ഇവർക്ക് അഭിനയിക്കുന്നുണ്ട് അതിലൊക്കെ ഭയങ്കര അറിവ് വഷളത്തരം. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര
ചളിപ്പ് തോന്നുക കേൾക്കുന്ന സമയത്ത്. അത്രയും വൃത്തികെട്ട വഷളത്തരങ്ങൾ അവരിങ്ങനെ പൊതിഞ്ഞ് പറയുകയും എല്ലാവരും ചിരിക്കുകയും അത് അവതാരകനെ പോലും പറയുകയും ചെയ്യുന്നൊക്കെ ഒരുപാട് സന്ദർഭങ്ങൾ ബോബി ചെമ്മണ്ണൂർ മാത്രമൊന്നുമല്ല ഈ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എതിരെ പരാതിപ്പെടാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇനി പരാതിപ്പെട്ടാലും കാര്യമൊന്നുമില്ല. പക്ഷെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ ഒരു മഹാത്ഭുതം പോലെ പരാതി കൃത്യമായി തന്നെ ഒരു സെലിബ്രിറ്റിയുടെ കയ്യിൽ നിന്ന് തന്നെ വന്നു. അതുപോലെ തന്നെ പരാതി ബോബി ചെമ്മണ്ണൂരിൻ്റെ സെലിബ്രിറ്റി ഇപ്പം രണ്ടുപേരുടെയും ഈ ഒരു സംഗതി കാരണം കൊണ്ട് ഈ പരാതിക്കാരി കൊടുത്ത കേസ് ഉണ്ടല്ലോ, അവരുടെ അതിൽ മുന്നത്തെ കേസ്, ഇവരുടെ കമൻസ് വന്ന ആളുകൾക്കെതിരെ കൊടുത്ത കേസ്, അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ സംശയം വന്നില്ലേ, എന്താ കമൻസ് വന്നവരുടെ പേരിൽ മാത്രമേ ഉള്ളൂ ക്രൈം എടുക്കൽ, അപ്പോൾ എന്താ ഈ ബിസിനസ് മാഗ്നറ്റിനെ എന്താ പിടിക്കാത്തതെന്ന് എല്ലാവരും ഉള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വയടപ്പിക്കലും കൂടി കറക്റ്റ് ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ പിന്നെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നത്. സെക്ഷലി കളർഡ് മാർക്ക് മാത്രമായിട്ടോ ചർച്ച ചെയ്യണത് നിങ്ങൾ. പക്ഷേ മാതൃമേനെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ ദേഹത്ത് അനുവാദമില്ലാതെ സ്പർശിച്ചു എന്ന്. അപ്പോൾ സെക്ഷലി കളർഡ് റിമാർക്ക് മാത്രമല്ല, അനുവാദമില്ലാത്ത അൺവെൽക്കം ആയിട്ടുള്ള ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒഫൻസ് മോശമല്ല, തിയറിക് ഇംപ്രസ്മെൻറ്റ് കിട്ടേണ്ട ഒരു ഒഫൻസിലേക്കാണ് മൊഴി വന്നിട്ടുള്ളത്. അത് ചിലപ്പോൾ രഹസ്യമൊഴിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, മാധ്യമങ്ങൾ കണ്ട മൊഴിയിൽ ഒരു പക്ഷേ അത് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായും അതുകൊണ്ട് അത് കേസ് മുന്നോട്ട് വരുമ്പോൾ അതും കൂടി സ്വാഭാവികമായിട്ട് അവർ ഡയലോഗ് അടിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടി അനുസരിച്ചായിരിക്കും കോടതി വിധി. ഞാനും വായിച്ചിട്ടില്ല, കോടതി വിധിയുടെ ചില ഭാഗങ്ങൾ മാത്രം കിട്ടിയിട്ടുള്ളൂ. അതിലും ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതല്ല, അതൊക്കെ ഉണ്ട്. അല്ലാണ്ട് മജിസ്ട്രേറ്റിന് ഇത്രമാത്രം അധികാരമൊന്നുമില്ല സെക്ഷനെ മറികടന്ന് ചെയ്യാനോ ഒന്നും. പക്ഷേ ഇത്രയും ഇത് ഗ്രീവിയസ് ഒഫൻസിന്റെ സീരിയസിറ്റി കോഗ്നൈസബിൾ ഒഫൻസ് ആണ് എന്നുള്ളത് ശരി തന്നെയാണ്. നോൺ കോമ്പൗണ്ടബിൾ ആണെന്നുള്ളത് ശരി തന്നെയാണ്, നോൺ ബെയിലബിൾ ആണെന്നത് ശരി തന്നെയാണ്. പക്ഷെ എല്ലാവരുടെയും വിചാരം ഇത് മാത്രമാണെന്നല്ല, ഇത്രയും കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ന്യൂസ് കൊടുത്തത് നിസ്സാര കാര്യത്തിനാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, നിസ്സാരമല്ല, അത് ഒരിക്കലും നിസ്സാരമല്ല. തീർച്ചയായും കറക്റ്റാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, എനിക്ക് പണമുണ്ട്, എനിക്ക് തോന്നുന്നത് പോലൊക്കെ പറയും, അത് കേട്ട് ആസ്വദിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമുണ്ട്, ഞാൻ അവരെ ആ ആസ്വാദനത്തിനുള്ള വിഭവങ്ങൾ നൽകി തൃപ്തനാക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നാൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുണ്ട്, ഞാൻ പൈസ മുടക്കും, എന്നെ പുല്ലുപോലെ ഇറക്കിക്കൊണ്ടുവരുമെന്ന അഹന്ത പൊളിഞ്ഞു വീണതല്ലേ നമ്മൾ ഇന്ന് എറണാകുളത്ത് കണ്ടത്? അതൊരു ഹാർഷ് റിയാലിറ്റിയാണ് അഭിലാഷ്, നമ്മുടെ സൊസൈറ്റിയുടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അല്ലെങ്കിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീ വിരുദ്ധത ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒന്നാണെന്നുള്ളത്. വളരെ ശരിയാണ്. പക്ഷെ അതിനും രണ്ട് വേർഷനുണ്ട്. അതായത് കസബ സിനിമയിലെ കാര്യം പറഞ്ഞുകൊണ്ട് പാർവതി തിരുവോത്ത് സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചാൽ അത് സ്ത്രീ വിരുദ്ധതയാണ്. പക്ഷെ മോൺസ്റ്റർ സിനിമയിലെ കാര്യം പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചാൽ അത് സ്ത്രീ വിരുദ്ധതയല്ല. അപ്പൊ അവിടെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ അഭിലാഷ് ഇടപെടും. പക്ഷെ മറ്റൊന്ന് സ്ത്രീ വിരുദ്ധതയാണ്. മോൺസ്റ്റർ സിനിമയിലെ പരാമർശം നല്ലതാണെന്നോ മികച്ചതാണെന്നോ അഭിപ്രായപ്പെട്ടതല്ല. അതും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. ഒരു സിനിമയിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ വേണ്ടി ഒരു താരതമ്യമായി ഉപയോഗിക്കരുത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മോൺസ്റ്റർ സിനിമയിലെ സാഹിത്യം മഹത്താണ് എന്ന അഭിപ്രായം എനിക്കില്ല. അഭിലാഷ് പറഞ്ഞോളൂ, പക്ഷെ ഇങ്ങനെ ഇടപെടല്ലേ. ഈ മോൺസ്റ്റർ സിനിമയിലെ അതേ ലോജിക്ക് എന്തുകൊണ്ടാണ് കസബ സിനിമയിൽ ഉപയോഗിക്കാത്തത്? അപ്പൊ അതും സ്ത്രീ വിരുദ്ധതയാണെന്ന് അക്സെപ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ മോൺസ്റ്റർ സിനിമയിലും അങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്യൂ. രണ്ടും ഒരേ ത്രാസിൽ നിങ്ങൾക്ക് അളക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മോൺസ്റ്റർ സിനിമയുടെ ഓരോ സിനിമ എടുത്ത് ഇതിന്റെ ഏറ്റവും കൂടിയ സ്ത്രീ വിരുദ്ധത ഏതിലാണെന്ന് അളന്നുകൊണ്ടിരിക്കുകയാണോ? അതാണോ നമ്മുടെ പണി? മോൺസ്റ്റർ സിനിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധതയല്ല. എന്താണ് ആദ്യത്തെ സിനിമ കസബ സിനിമയെ കുറിച്ച് പാർവതി തെരുവോത്ത് ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തിന് അനുകൂലമായ റിയാക്ഷൻ സമൂഹത്തിൽ നിന്നുണ്ടായി, അവർക്ക് ആക്രമണം നേരിട്ടു. രണ്ടാമത്തെ സിനിമയെ കുറിച്ച് പാർവതി തെരുവോത്തോ അതുപോലെ ആരോ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്ന് കരുതി മോൺസ്റ്റർ സിനിമയിലെ സ്ത്രീ വിരുദ്ധ ഡയലോഗുകൾ നല്ലതാണെന്നോ മികച്ചതാണെന്നോ കസബ സിനിമയേക്കാൾ ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെട്ടതാണെന്നോ അഭിപ്രായം ഇല്ല. എല്ലാം ഒന്ന് തന്നെ. അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞത് കോൺടെക്സ്റ്റിൽ കറക്റ്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ അതിനെങ്ങനെ ഇടപെട്ട് താങ്കൾ ന്യായീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ന്യായീകരിച്ചതല്ല. മോൺസ്റ്റർ സിനിമയോ കസബ സിനിമയോ അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഒരു അഭിനേത്രി ഒരു മോഡൽ ഒരു പരാതി കൊടുത്തു, ആ പരാതിയിൽ നിയമ നടപടി എടുക്കുന്നു എന്നുള്ളതിനെ സിനിമയിലെ ഡയലോഗുമായോ സിനിമയിലെ സന്ദർഭമായോ താരതമ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഒന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കൂ അഭിലാഷ്, പ്ലീസ്, ഐ റിക്വസ്റ്റ്. നോക്കൂ, സിനിമയ്ക്ക് നമ്മുടെ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇല്ല എന്നൊക്കെ അഭിലാഷ് പറഞ്ഞ ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കാൻ ഞാൻ ഒരു കാര്യം ഇനി ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. ഇവിടെ ഡബിൾ മീനിങ് ഉള്ള കോണ്ടന്റിന് ഒരുപാട് ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ. അതിനോട് ഒരു വിയോജിപ്പുമില്ല. കാരണം ഇന്നുവെന്റോ അല്ലെങ്കിൽ സജസ്റ്റീവ് ഹ്യൂമർ പറഞ്ഞുകൊണ്ട്
ഒരുപാട് എന്താ പറയാ ഔട്ട്റീച്ച് നേടാൻ ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ പോയി അത് ലൈക്ക് ചെയ്ത് പോകുന്നുണ്ട്. കാരണം സജസ്റ്റീവ് ഹ്യൂമർ പലർക്കും ഇഷ്ടമാണ്. അത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായി മാറുന്നു. അതിനൊരു കൾച്ചറൽ ആക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങി കഴിഞ്ഞു. അത് കാരണം നിങ്ങൾക്ക് ഇവരുടെ ഔട്ട്റീച്ച് കണ്ടാൽ മാത്രം അറിയാം. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നവരുടെ ഔട്ട്റീച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രം അറിയാം. അപ്പൊ ഇത് ബോബി ചെമ്മണ്ണൂർ കൾച്ചറൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നതാണ്, ജനക്കൂട്ടത്തിന് രസിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ആവാം എന്ന് പറയുന്നത് നിയമത്തിന് മുമ്പിൽ ശരിയാവില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിയമം ആക്ഷൻ എടുത്തത്. അതിനാണല്ലോ ഭാരത് ന്യായ സംഹിതയിൽ വകുപ്പുകളുള്ളത്. അപ്പൊ ആളുകൾക്ക് രസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് വളിപ്പും പറയുന്നതാണെങ്കിൽ അതൊന്നും നിയമത്തിലും സിസ്റ്റത്തിലും നിൽക്കുന്നതല്ല. അഭിലാഷ് പ്ലീസ് ഐ ഡോണ്ട് എനിക്ക് ഇടവേളയിലേക്ക് പോകാൻ സമയമായി, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. താങ്കൾ ഇടപെട്ടുകൊണ്ടിരുന്നാൽ ഞാൻ അങ്ങനെ പറയും. എന്റെ പോയിന്റ് ഞാൻ ഇത് കൾച്ചറൽ ആക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങി എന്നാണ് പറഞ്ഞത്, ലീഗൽ ആക്സെപ്റ്റൻസ് കിട്ടിയെന്നല്ല. ഞാൻ ഇവിടെ ഒരു ഉദാഹരണമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു പണ്ട്, ഒരു 2023 ഞാൻ ഒരു ബിഗ് ബാങ് തിയറി എന്നൊരു സിറ്റ്കോം, അതിലൊരു ഒരു പ്രസക്ത ഭാഗം, അതിലൊരു ബോളിവുഡ് നടിയെ പരാമർശിച്ചുകൊണ്ട് അവരെ വളരെ മോശമായിട്ട് ആ ഒരു നടിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു ക്യാരക്ടർ അവരെ അപമാനിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ഞാൻ അന്ന് ഒരു ലീഗൽ നോട്ടീസ് അയച്ചിരുന്നു നെറ്റ്ഫ്ലിക്സിന്, അതായത് ഈ എപ്പിസോഡ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് എന്നെ ഈ ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ട്വിറ്ററിൽ പോലും, എനിക്ക് ഇന്ന് പോലും എടുത്തു നോക്കിയാൽ കാണാം, 100,000-ഓളം അതിൽ എന്നെ തെറി വിളിച്ചുകൊണ്ടുള്ള കമന്റ് ഉണ്ട്. കാരണം അതെന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഓപ്പൺ മൈൻഡഡ് ആയി കാണുന്നില്ല? അതൊരു ക്യാരക്ടർ പറഞ്ഞ കാര്യം എനിക്കറിയില്ല. നോക്കാം, ഒരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം, ചർച്ചയിലേക്ക് വീണ്ടും. അഡ്വക്കേറ്റ് PM ആതിര, ഇപ്പൊ ഒരു കേസ് ഉണ്ടായി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഡിറ്ററൻ്റായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഹണി റോസിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ അങ്ങേയറ്റം അക്രാമകമായ നിലയിൽ പ്രതികരിച്ചിരുന്ന ആളുകളെ നമ്മളിപ്പോൾ കാണുന്നില്ല. പൊടുന്നനവേ മര്യാദക്കാരായി മാറിയിരിക്കുന്നു നെറ്റിസൻസ്. ആളുകളുടെ ഭാഷയിൽ ഒരു ശുദ്ധിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് ബോധവൽക്കരണം നടത്തിയതുകൊണ്ടല്ല, അകത്ത് പോകും എന്ന് മനസ്സിലാവുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ആ തരത്തിൽ ഒരു വ്യക്തിക്ക്, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് നേരിടേണ്ടി വരുന്ന കേസ് എന്നുള്ളതിന് അപ്പുറത്ത് സമൂഹത്തിൽ അങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ചെറിയ തോതിലെങ്കിലും അത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കൊക്കെ. അല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തിനെ ഈ വഴികളിലൂടെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് കൊടുക്കുന്നൊരു സന്ദേശം ഈ പറയുന്ന ഇത്തരത്തിലുള്ള മാനസിക നിലയിലുള്ള ആളുകളെ കൊണ്ട് അവരുടെ പറഞ്ഞ വാക്കുകളെയും പറയാൻ ഉദ്ദേശിച്ചതും പറയാതെ പോയതുമായിട്ടുള്ള വാക്കുകളൊക്കെ ഈ രീതിയിൽ പ്രശ്നം ഉണ്ടാവും. ഈ രീതിയിലുള്ള അവരുടെ സ്ത്രീകളോട് കാണിക്കുന്ന പെരുമാറ്റങ്ങൾ പ്രശ്നം ഉണ്ടാവും. അവരോട് നടക്കുന്ന ശാരീരികമായിട്ട് ഉൾപ്പെടെ നടക്കുന്ന അഡ്വാൻസസ് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിയമത്തിൻ്റെ മുന്നിൽ എന്നുള്ള അവർക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നല്ലത്. അപ്പോൾ ഞാൻ ഈ ചർച്ചകളിൽ നിന്നൊക്കെ ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ച ആളുകൾ പറയുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതൊരു 2013 മുമ്പേ അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ കൂടുതൽ കർശനമാകുന്നതിന് മുമ്പെയാണ് ഈ പറഞ്ഞതെങ്കിൽ ഓക്കെ, അതൊക്കെ ഈ പറയുന്ന രീതിയിൽ പിതൃദായക മൂല്യക്രമം പെറ്റുപോറ്റി വളർത്തിയ നമ്മളിലെല്ലാമുള്ള സ്ത്രീവിരുദ്ധമായ ആശയഗതികൾ, അതിൽ നിന്നുണ്ടായിട്ടുള്ള തമാശകൾ, അതൊക്കെ വലിയ രീതിയിൽ കയ്യടിയും ആർപ്പുവിളിയൊക്കെ കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിനപ്പുറത്തേക്ക് നിയമങ്ങളാണ് അതിനകത്ത് ഒരു പരിധിവരെ ഇടപെടാൻ വേണ്ടി ശ്രമിച്ചത്. പിന്നെ സ്ത്രീകൾ ഒറ്റയ്ക്കും കൂട്ടായി നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ്. അതിൽ നിയമത്തിൻ്റെ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ വന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2013 തൊഴിലിടത്തിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട നിയമം ഉണ്ടായ സമയത്ത് അതിനകത്ത് സെക്ഷൻ 2N എന്താണ് സെക്ഷൽ ഹെറാസ്മെൻറ്റ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2013 വന്ന നിയമം 2013 മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരാളും 2013 ശേഷം തൊഴിലിടത്ത് വരുന്ന ഒരു പുരുഷനും തമ്മിലുണ്ടാവേണ്ടുന്ന ഒരു വലിയ അന്തരമുണ്ട്. കാരണം അതുവരെ പറഞ്ഞ തമാശകൾ ഇനി തമാശയായിട്ട് പോലും പറയാൻ വേണ്ടി പറ്റില്ല. ശാരീരിക സ്പർശവും മുന്നേറ്റങ്ങളും ലൈംഗിക നേട്ടങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുകയോ അപേക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ നടത്തുക, അശ്ലീല ചിത്രങ്ങൾ രചനകൾ കാണിക്കുക, ശാരീരികമോ വാക്കാലോ അല്ലാത്തതോ ആയ സാഗതാർഹമല്ലാത്ത ലൈംഗിക സ്വഭാവമുള്ള എല്ലാ പെരുമാറ്റവും ഇങ്ങനെ സെക്ഷൻ 2N വലിയ നിർവചനം കൊടുത്തിട്ടുണ്ട്. ഈ നിർവചനം പ്രകാരം ഇതെല്ലാം സെക്ഷൽ ഹാരാസ്മെൻറ്റ് എന്നുള്ള ക്രൈമാണ്, തമാശയല്ല, ക്രൈമാണ്. ആ ക്രൈമാണ് ഇത് എന്ന് തൊഴിലിടത്ത് ജോലി ചെയ്യുന്ന മനുഷ്യരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഒരു നിയമം വന്നതിന് ശേഷം എത്രത്തോളം നമുക്ക് സാധിച്ചു? പൊതു ഇടങ്ങൾക്കകത്ത് ഈ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്ന, മുമ്പ് IPCയിൽ പറയുന്ന ഇതൊക്കെ ഒഫൻസാണ്. ഇതൊക്കെ നിങ്ങളെ ഈ പാട്രിയാർക്കി പഠിപ്പിച്ച തമാശകൾക്കപ്പുറത്തേക്ക് ഇതൊരു ഒഫൻസാണ്, ഒരു കുറ്റകൃത്യമാണ്, ഇങ്ങനെ പെരുമാറരുത് എന്ന് ഈ നാട്ടിലെ ഞങ്ങളൊക്കെ ക്ലാസ് എടുത്ത അധികം സ്ത്രീകൾക്കാണ്.
ഇത് അനുഭവിച്ച സ്ത്രീക്ക് എന്ത് വകുപ്പൊന്നും അറിഞ്ഞില്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാം, ഇന്റേണൽ കമ്മിറ്റിയുടെ മുന്നിൽ, ലോക്കൽ കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ട് പരാതിപ്പെടാം. യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്നത് ഇങ്ങനെയുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അവർക്കൊരു സെൽഫ് റിഫ്ലക്റ്റീവായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് കുറ്റകൃത്യമാണ് എന്ന് അവരെ പഠിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ കേസിനെ മനസ്സിലാക്കുന്നത്. അത് കൂടുതൽ ആളുകൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള മറ്റു പ്രചരണ പരിപാടികൾ, അതിൻ്റെ അവയർനെസ് കാര്യങ്ങൾ, ആളുകളുടെ ഒരു ആത്മവിമർശനപരമായിട്ട് ഓരോ വാക്കിനെയും പ്രവൃത്തിയും കാണണം. അതിന് പകരം അതിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലുള്ള സംഭാഷണങ്ങളും ഇനി അങ്ങോട്ടുള്ള കാലത്തിന് ഗുണം ചെയ്യില്ല. ഇതുവരെയുള്ള കാലത്തിന് അതൊരു ഗുണവും ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ സംവാദങ്ങളൊക്കെ ആ തരത്തിൽ സമൂഹത്തിലേക്ക് പുരുഷൻ പെരുമാറട്ടെ, ആ നിലയ്ക്കുള്ള ഒരു ഡിസ്കഷൻ നമ്മുടെ സമൂഹത്തിൽ വികസിച്ചു വരട്ടെ എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വരാം. യെസ്, ശ്രീമതി അനു പാപ്പച്ചൻ മാഡം പറഞ്ഞതിനോട് യോജിക്കുന്നു. ഓക്കെ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ സ്ത്രീ ശരീരത്തിൻ്റെ സെക്ഷുവലൈസേഷനെ കുറിച്ച്, സ്ത്രീ ശരീരത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ച്, അതൊരു ചരക്കാവുന്നതിനെ കുറിച്ച്, അത് മെയിൽ ഗേസിന് ആവശ്യമുള്ള ഒരു കമ്മോഡിറ്റിയായി മാറുന്നതിനെ കുറിച്ചൊക്കെ നേരത്തെ രാഹുൽ ഈശ്വർ സംസാരിച്ചു. അപ്പോൾ ഇത് വേറൊരു ചർച്ചയാണ്. എങ്കിലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഹണി റോസ് നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു നടിയും അതുപോലെ തന്നെ മോഡലും ഇനോഗ്രേഷനൊക്കെ നടത്തുന്ന അത്തരത്തിൽ സെലിബ്രിറ്റിയും ഒക്കെയാണ്. അപ്പോൾ അവർ നേരിട്ട കുറ്റകൃത്യത്തിന് ഏതെങ്കിലും തരത്തിൽ ന്യായമാവുന്നില്ല. ഇവിടെ ഈ ഡിബേറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗികാതിക്രമം ചർച്ച ചെയ്യപ്പെടുമ്പോൾ മെയിൽ ഗേസിനെ കുറിച്ച്, ഈ ശരീരത്തിന്റെ സെക്ഷുവലൈസേഷനെ കുറിച്ചുള്ള ചർച്ചയ്ക്കുള്ള പ്രസക്തി എന്താണ്? എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോ ഈ ലാസ്റ്റ് ശ്രീ മിഥുൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതിനകത്ത്. ഈ മോൺസ്റ്ററിലെ സ്ത്രീ വിരുദ്ധത എന്തുകൊണ്ട് അഭിലാഷ് അഡ്രസ്സ് ചെയ്തില്ലായിരുന്നു? തത്തുല്യമായിട്ട് ഇത് കസബ പറഞ്ഞ പോലെ, അതായത് കസബയിൽ പാർവതി പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യം എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യും? ഞാൻ ചോദിക്കുന്നത്, അത് അഡ്രസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്ത്രീക്ക് മാത്രമാണോ എന്നുള്ളതാണ്. അതിലെ സ്ത്രീ വിരുദ്ധത നടത്തിയ മുഖ്യ താരം, മലയാളത്തിന്റെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വം തന്നെ ഇത്. ആരാ പറഞ്ഞത്? അല്ല, അതെനിക്ക് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശരി, ഈ ദിവസങ്ങളിൽ, അതായത് ഈ കമ്മോഡിറ്റിയെ കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ പോലും ഇപ്പോഴും ഈ ദിവസങ്ങളിൽ ഈ വീഡിയോ സ്പെസിഫിക് ആയിട്ടുള്ള ഡയലോഗ് വിതരണം ചെയ്യപ്പെടുന്നത്, ആ വിതരണം ചെയ്യപ്പെടുന്ന വിധത്തിൽ പോലും അത് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ അഭിനന്ദിച്ചുകൊണ്ടും സൂപ്പർ സ്റ്റാറിനെ ആഘോഷിച്ചുകൊണ്ടും അത് കേൾക്കുന്ന സ്ത്രീ അധിക്ഷേപിച്ചുകൊണ്ടാണ്. ഇതിന് റിവേഴ്സ് ആയിട്ടുള്ള ഒരു ചിന്ത എന്തുകൊണ്ടാണ് വരാത്തത്? അതിന് ഉത്തരവും ശ്രീ മിഥുൻ തന്നെ പറഞ്ഞു. സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ആർക്കാണ്? അതെങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നത്? അതിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ കൾച്ചറിൽ ഇടപെടേണ്ടി വരുന്നത്. ഈ കൾച്ചർ എങ്ങനെയാണ് ഇങ്ങനെ രൂപപ്പെടുന്നത്? നേരത്തെ ശ്രീമതി ആശ പറഞ്ഞതുപോലെ തന്നെ ഇത് കേവലം ഒരു പണത്തിന്റെ വിഷയം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പണമില്ലാത്ത, നിയമത്തെക്കുറിച്ച് ധാരണയുള്ള പുരുഷന്മാർ പോലും, ഞാൻ പറയുന്നത് ഇപ്പൊ അതിന് പറഞ്ഞ് അവസാനിപ്പിച്ചെടുക്കുന്നത്, നിയമം അറിവില്ലാഞ്ഞിട്ടല്ല, നിയമത്തെക്കുറിച്ച് നല്ലവണ്ണം ധാരണയുള്ള പുരുഷന്മാർ പോലും, അത് യാതൊരു ഈ പറഞ്ഞ പണമോ പദവിയോ പ്രിവിലേജോ ഇല്ലാത്ത അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പുരുഷന്മാർ പോലും ഈ സോഷ്യൽ ആക്സെപ്റ്റൻസ്, ഇത്തരത്തിലുള്ള സ്ത്രീ അധിക്ഷേപം നടത്തുന്നതിൽ അങ്ങനെ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? അതിനോടാണ് നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇവിടെ നമുക്ക് ഒരു സ്ത്രീക്ക് നീതി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് നീതിയോടെ ജീവിക്കണമെങ്കിൽ നീതി ലംഘനം ചെയ്തതിന് ശേഷമേ നീതി കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിയമം ഉണ്ട് ഇവിടെ, നിയമം എല്ലാവർക്കും അറിയാം. നിയമം കൃത്യമായിട്ട് പൗരയ്ക്ക് കൃത്യമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഇടം കൊടുത്തിട്ടുണ്ട്. ആ നിയമം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കെ തന്നെ വളരെ ലാഘവത്തോടുകൂടി, കൂസലില്ലാതെ തന്നെ ഇത് തുടരുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, കമ്മോഡിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഈ വസ്തുവൽക്കരണത്തെ കുറിച്ച് പറയുന്നു. ശരി, വസ്തുവൽക്കരണത്തിന് വിധേയയാകുന്ന സ്ത്രീക്കും കുറ്റം സ്ത്രീക്ക് തന്നെ ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളിടത്താണ് നമുക്ക് അവിടെ ഇഷ്ടമാതിരി ഡിസ്കഷൻ പോയിന്റ് വെക്കാവുന്നതാണ്. വസ്തുവൽക്കരണത്തിൽ ഇപ്പൊ സിനിമ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഡയലോഗുകൾ, സ്ത്രീയുടെ ശരീരം ഒബ്ജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചിത്രീകരണം, ഇതൊക്കെ പറയാം. ഇതിന്റെ കുറ്റം എങ്ങനെയാണ് ഇരയ്ക്കാകുന്നത് എന്നുള്ളിടത്താണ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് വെക്കേണ്ടതെന്ന് തോന്നുന്നു. അതല്ലാതെ ഇത് ഇങ്ങനെ നിന്നുകൊടുത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഡയലോഗ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ടച്ച് ഉണ്ടാവുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൽ തൊട്ടു ഒരു കാര്യം ചോദിച്ചിട്ട് ഒരു റേപ്പ് സീനിൽ ഒരു സ്ത്രീ അഭിനയിക്കുന്നു. ആ സ്ത്രീ റേപ്പിന് വിധേയമാകണമെന്നാണ്, അല്ലെങ്കിൽ ആ സ്ത്രീ ആ രീതിയിൽ തൊടാൻ പറ്റുമെന്നാണോ അർത്ഥമാക്കുന്നത്? അല്ല, അത് ആ കലയുടെ ഭാഗമായി അവർ ചെയ്യുന്നതല്ലേ.
അതുപോലെ തന്നെ വസ്തുവൽക്കരണത്തിന് വിധേയമാകുന്നുണ്ടെങ്കിൽ തന്നെ അതുപോലും ഈ സമൂഹത്തിന്റെ ഈ കൾച്ചർ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇത്തരത്തിൽ കലയും സാഹിത്യവും സിനിമയും ഒക്കെ വായിക്കപ്പെടുന്ന ഈ പറഞ്ഞ ആൺബോധം നിലനിൽക്കുന്ന സമൂഹത്തിലെ കലയിൽ ഇത്തരത്തിൽ ഇങ്ങനെ തുടരുമ്പോൾ വസ്തുവൽക്കരിക്കപ്പെടുന്ന ഒരു സ്ത്രീക്ക് തന്നെ അതിന്റെ ബാധ്യത വെക്കുന്നതിന് എതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അത് ഒരു ഡിസ്കഷൻ പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് സ്ത്രീക്ക് അതിൽ നിന്ന് വിമോചിതയാവാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിന്റെ സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ, സ്ത്രീ അധിക്ഷേപം പറയുന്ന, സ്ത്രീയെ ലൈംഗിക വസ്തുവായി മാത്രം കാണുന്ന ഒരു സൊസൈറ്റി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. നിയമത്തെ പേടിയുള്ളത് കൊണ്ട് മാത്രം നമ്മൾ പറയില്ലേ, എങ്ങനെയാണ് മര്യാദ ഉണ്ടാകുന്നത്? അവസരമില്ലാത്തത് കൊണ്ടാണ്. അതൊരു മോശം സമൂഹമല്ല അഭിലേഷ്. അവസരമില്ലാത്തത് കൊണ്ടല്ല അവിടെ മര്യാദ ഉണ്ടാവേണ്ടത്. കൃത്യമായിട്ടുള്ള ജനാധിപത്യ ബോധം കൊണ്ട് ഇവിടെ മര്യാദ ഉണ്ടാവണം എന്നുള്ളിടത്താണ് നമ്മൾ നാളെ ഒരു പ്രതീക്ഷയോടെ സന്തോഷത്തോടെ പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത ഒരു വിഷയത്തിൽ ഇതുപോലെ ചർച്ച തുടരും എന്നുള്ളതാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ശരി, അവിടെ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നേരത്തെ സ്റ്റേജ് ഷോകളുടെ കാര്യം പറഞ്ഞല്ലോ. സ്റ്റേജ് ഷോകൾ മാത്രമല്ല, ടെലിവിഷനുകളിൽ വരുന്ന തമാശ പരിപാടികൾ, അതിലെ സ്കിറ്റുകൾ, ഇവയിലൊക്കെ വരുന്ന സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ മറ്റ് എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റുകളിൽ വരുന്ന സംഭാഷണങ്ങൾ, ഇവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഇത് വളരെ നോർമലാണെന്ന തോന്നലുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ സെലിബ്രിറ്റികളും മുതലാളിമാരും ഒക്കെ ഈ വർത്തമാനം പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ നോർമലായി അവതരിപ്പിക്കുന്ന, ഇത് നമ്മുടെ സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി മാറുന്നു. നേരത്തെ ഇവിടെ പബ്ലിക് ആക്സെപ്റ്റൻസിന്റെ കാര്യം മിഥുൻ പറഞ്ഞത് നമുക്ക് ഓർക്കാം. അതുകൊണ്ടായിരിക്കും ഇത് നമ്മുടെ സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ടതുകൊണ്ടായിരിക്കും ഒരു കമന്റ് പറഞ്ഞു വന്നതിന്റെ പേരിൽ ഈ ബോബി ചെമ്മണ്ണൂരിനെ 3 കൊല്ലം ജയിലിലിടണോ എന്ന ചോദ്യം വരുന്നത് എനിക്ക് തോന്നുന്നു ഇത് നോർമൽ അല്ലേ എന്നുള്ളൊരു ചിന്തയിൽ നിന്നായിരിക്കുമെന്ന്. നമുക്ക് 2 വിഷയമുണ്ട് ഇതിനകത്ത്. ലീഗാലിറ്റിയും മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അതായത് ഇപ്പോൾ രാഹുൽ ഈശ്വരൻ ഇരുന്ന് പറയാനായിട്ടില്ലേ, ഹണി റോസ് മിതത്വമായ വസ്ത്രം ധരിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ അത് സിനിമയിലല്ലേ, റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം ഇന്നലെ അയ്യപ്പദാസ് അവിടുത്തെ ചർച്ചയിലും ഇന്ന് ഏകദേശം അഭിലാഷിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ഒരു വർത്തമാനത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ സംഗതി എന്താ വെച്ചാൽ, ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് എന്തെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആയിരിക്കണം. അത് പക്ഷേ ആർക്കും തിരിച്ചറിയുന്നില്ല, എന്തെന്ന് അറിയില്ല. വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് എത്ര മോശമായിട്ട് തെറി വിളിക്കുകയും ഒക്കെ ചെയ്യും, മക്കളുടെ അടുത്തോ ഭാര്യയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ ഒക്കെ. പുറത്തേക്ക് വെള്ള ഷർട്ട് എടുത്ത് പോയിട്ട് കാര്യമില്ല. രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിക്കുന്ന സമയത്ത് എതിർഭാഗത്തുള്ള സ്ത്രീകളെ എത്ര അശ്ലീലമായിട്ടാണ് സംസാരിച്ച് കളിയാക്കാറ്. ഇതുവരെ ഒരു പോലീസും കേസെടുത്തില്ല. കോഗനൈസബിൾ ഒഫൻസ് അല്ലേ, ആരും കേസെടുത്തില്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പരാതിപ്പെടാതെ തന്നെ കേസുകളൊക്കെ എടുക്കാൻ സാധിക്കും. അതിന് രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം പോലീസിന് അങ്ങനെ പ്രവർത്തിക്കാനും അതാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ചില കോംപ്രമൈസ് രാഷ്ട്രീയ കാര്യങ്ങളാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പല സംഗതികളും നമ്മൾ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റാണ് ഈ ലീഗൽ എഡ്യൂക്കേഷനിലൂടെ നേടുന്ന നമ്മൾ ഈ നിയമത്തെക്കുറിച്ചുള്ള അറിവ് നേടുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്നത്. അതായത് നമ്മളൊരു സ്ഥലത്ത് പെരുമാറുമ്പോൾ നമ്മളെല്ലാവരും വൃത്തികേടുകൾ കേട്ടും വളർന്നും അതിൻ്റെ ഇടയിലും ജീവിച്ചിട്ടാണ്, അധിക്ഷേപങ്ങൾ കേട്ടിട്ടാണ് നമ്മൾ വലുതാവുന്നത്. ഒരു കുട്ടീനെ പോലും അധിക്ഷേപിക്കുക നമ്മൾ ചെയ്യുന്നത്, അല്ലാണ്ട് ചേർത്ത് പിടിക്കുകയല്ല ചെയ്യാറ്. ബസ്സിൽ കയറി സീഗ് എടുക്കുന്ന ഒരു കുട്ടീനെ, കൺസെഷൻ കൊടുക്കുന്ന കുട്ടീനെ തെറി വിളിക്കും. അല്ലാണ്ട് മോളെ നിന്റെ കയ്യിൽ കൺസെഷൻ്റെ പൈസ ഉണ്ടോ എന്ന് ആ തെളിവിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന അതേ സ്കൂളിലെ ടീച്ചർ ചോദിക്കില്ല, യാത്രക്കാരായ മറ്റാരും ചോദിക്കില്ല, ഒരു ബാഗ് വാങ്ങി വെക്കില്ല, ചേർത്ത് പിടിക്കില്ല. ഇതുപോലെ തന്നെയാണ് സ്ത്രീയുടെ നേരെ ആക്ഷേപം നടക്കുന്ന സമയത്തും പോലീസ് ഉദ്യോഗസ്ഥകൾ തൊട്ടുള്ള എല്ലാവരും ആ ബസ്സിലുണ്ടെങ്കിൽ പോലും ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടല്ലാണ്ട് അവർ ഇടപെടില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആർക്കും ഇത് ഇടപെടേണ്ടത് എൻ്റെ മേൽ തട്ടുന്നത് വരെ ഇവർക്കതൊരു വിഷയമേ അല്ല. അപ്പോൾ ഇത് വെച്ചാൽ വീടിൻ്റെ അകത്തൊരു പെരുമാറ്റം അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളൊരു പെരുമാറ്റം, കാണിക്കേണ്ട സ്ഥലത്ത് മറ്റൊരു പെരുമാറ്റം എന്നുള്ള രീതിയിലുള്ള ഈ ഹിപ്പോക്രസി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വേണ്ടത് ഒരു അവയർനെസ്. ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത് ചെറിയ ചെറിയ അവയർനെസ് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലെ ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർ ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ള ഈ ജെൻഡർ ബൈനറിയിൽ നിന്ന് പോലും അല്ല സംസാരിക്കുക. അതിൽ അവർ എല്ലാ ജെൻഡറിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുക. അതായത് സ്ത്രീയുടെ നേരെ, കുഞ്ഞിൻ്റെ നേരെ എന്നൊക്കെ മനുഷ്യൻ്റെ നേരെ എന്ന് അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ എല്ലാ ജെൻഡേഴ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ അപഹസിച്ചുകൊണ്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ അവരെ റോട്ടിൽ കാണുമ്പോൾ തന്നെ അവരോട് പുച്ഛത്തോടെ പെരുമാറുക, ഒരു ഡിഗ്നിറ്റിയില്ലാതെ അവർക്ക് ജീവിക്കേണ്ട അവസ്ഥ വരിക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഇവരൊക്കെ കളിയാക്കാനുള്ള, ഇപ്പോൾ കറുത്ത നിറമുള്ള ആളുകളെ അല്ലെങ്കിൽ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് തമാശ, ഇതാണ് സംസ്കാരം, ഇതാണ് സന്തോഷം.
നമുക്കറിയാം ചളിപ്പോട് കൂടി നിന്നിട്ട് കൈയടിക്കുകയാണ് നമ്മൾ, നമുക്കറിയാം ഇത് എന്നെ തന്നെ ബാധിക്കുന്ന സംഗതിയല്ലേ. ഒരു സ്ത്രീ അപമാനിക്കുമ്പോൾ അവിടെ നിന്ന് കൂടെ നിന്ന് ചിരിക്കുന്ന സ്ത്രീക്ക് അറിയാം, അല്ലെങ്കിൽ കൂടെ നിന്ന് കൈയടിക്കുന്ന പുരുഷന്മാർക്കും അറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ അപമാനിക്കപ്പെടുന്നത് ഞാൻ തന്നെയല്ലേ എന്ന്. പക്ഷേ അല്ല, കാരണം അവർക്ക് രസിക്കുന്നുണ്ടല്ലോ ഒരു കുറച്ച് മൈനറായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക്. എന്നാൽ അവരാണ് ഈ മെജോറിറ്റിയെ മൊത്തം തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി ഒത്താശ പാടാണ്. അത് പല രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷെ നമുക്ക് ഭാഗ്യം എന്ന് പറഞ്ഞില്ലേ, ചില അപൂർവതകൾ സംഭവിക്കുന്ന പോലെ ഇവിടെ പരാതി കൊടുക്കുന്ന വ്യക്തിയും എതിർകക്ഷിയും കൃത്യമായി തന്നെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് എല്ലാവരുടെ കണ്ണുകളും അങ്ങോട്ട് ചെല്ലുന്നത് കൊണ്ടും എല്ലാവരുടെയും പെർഫെക്ഷൻ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ എല്ലാം നീതി ഒരു എക്യൂസ് ലഭിക്കേണ്ട എല്ലാവിധ പ്രൊട്ടക്ഷനോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോയിട്ടുള്ളത്. അല്ലാണ്ട് നാട്ടുപുറത്ത് ഒരാളെ പിടിച്ചുകൊണ്ട് പോയ പോലെയല്ല. അതുപോലെ ഹണിയുടെ നേരെ നടന്നിട്ടുള്ള അതേ അധിക്ഷേപങ്ങളെ ഏറ്റുവാങ്ങിയിട്ടുള്ള സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ഒരു സംഗതി ഇപ്പോൾ നാട്ടിലാർക്കും കിട്ടിയിട്ടില്ല. അത് ഹണിക്ക് കിട്ടിയിട്ടുണ്ട്. ഹണിക്ക് എന്ത് രസകരമായിട്ടാണ് ഈ പരാതി കൊടുക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുക്കാനൊക്കെ സഹായിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു സമയത്ത് എങ്ങനെയോ ആ ഒരു സംഭവിക്കുകയും അങ്ങനെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പ്രചരണം ഈ നിയമമുണ്ട് എന്നൊരു സംഗതി, ബിവെയർ ഓഫ് ഡോഗ്സ് ഒക്കെ എഴുതി വെക്കണ പോലെ കുറച്ച് പേർക്കെങ്കിലും അത് ശ്രദ്ധിക്കാൻ പറ്റും. അതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഇനി സെലിബ്രിറ്റി നടന്മാരും ആൾക്കാരും ശ്രദ്ധിക്കും, വേദികളിൽ അവരെങ്കിലും ശ്രദ്ധിക്കുന്ന ബോധം ചിലർ തലയിൽ വന്ന് ഒരു മണി എന്ന് പറയാ കിട്ടുന്ന പോലെ അവരാലോചിച്ചു. രാഹുലിന് പറഞ്ഞുതരാം. രാഹുലിന് ഒരു ലീഗൽ എഡ്യൂക്കേഷൻ തരാം. അല്ല വേണ്ട, എനിക്ക് മനസ്സിലായി. രാഹുൽ ഇന്നലെയും പറഞ്ഞത് എനിക്ക് മനസ്സിലായി. മറുപടി വേണ്ട രാഹുലെ, മറുപടി ഇല്ല. അത്യാവശ്യം പോരാ. അതായത് രാഹുൽ വായിക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. സ്വഭാവമുള്ള പെരുമാറ്റത്തിൽ ഈ മാഡം ഒന്ന് പറഞ്ഞോട്ടെ, ലൈംഗിക സ്വഭാവമുള്ള പെരുമാറ്റത്തിൽ ഓവർ എക്സ്പോസിംഗ് ഒരു കാര്യമില്ല, വെറുതെ ബഹളം വെച്ചിട്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ ലൈംഗിക സ്വഭാവമുള്ള പെരുമാറ്റം ആണുങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ലൈംഗിക സ്വഭാവമുള്ള പെരുമാറ്റം 3 വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുന്ന ആളുകളുള്ള നാട്, 75 വയസ്സുള്ള സ്ത്രീയെയും ബലാത്സംഗം ചെയ്യുന്ന ആളുകളുള്ള നാട്, അവർക്ക് എന്ത് വസ്ത്രം ധരിച്ചിട്ടും എന്ത് ശരീരം കാണിച്ചിട്ടുമാണ് ഇരയാവേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ലൈംഗിക സ്വഭാവമുള്ള പെരുമാറ്റത്തിൽ രാഹുൽ ഈശ്വർ, ഇത് കാടടച്ച് വെടിവെക്കല്ലേ? ലൈംഗിക സ്വഭാവമുള്ള പെരുമാറ്റം എന്ന് ആരെങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? ഇവിടെ ഹണി റോസ് എന്ന വ്യക്തിക്ക് നേരെ അവർക്ക് നേരിട്ട അസോൾട്ടാണ് അവർ പരാതിപ്പെട്ടത്. അതുപോലെ അവരെ കുറിച്ച് ആർക്കെങ്കിലും പരാതിയുണ്ടോ? അവർ ലൈംഗിക സ്വഭാവത്തിലുള്ള പെരുമാറ്റം നടത്തി ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? മറ്റൊരാളുടെ പ്രശ്നമാണല്ലോ ഇവിടെ പരാതിയായി വരിക. ഇവിടെ ഹണി റോസ് എന്ന അഭിനേത്രിക്ക് ബുദ്ധിമുട്ട് നേരിട്ടു, അതാണ് അവർ പരാതി ഹണി റോസിന്റെ മാഡം പറഞ്ഞല്ലോ, ബാക്കിയുള്ളവർ പറയാൻ അവസരം തരൂ. ഹണി റോസിന്റെ പെരുമാറ്റത്തിൽ വിമർശനമുണ്ടോ എന്ന് അഭിലാഷ് ചോദിച്ചാൽ അഭിലാഷ് അന്റാർട്ടിക്കയിലായിരിക്കും ജീവിച്ചിരുന്നത്. വിമർശനമല്ല, ആർക്കാണ് പരാതി? ഹണി റോസിന് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പരാതിയുണ്ട്. അതുപോലെ ഹണി റോസിനെ കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിയമവഴിക്ക് പോകണം. അങ്ങനെ അവരുടെ ഈ പറഞ്ഞ റൈറ്റ്സ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അല്ലല്ല, ലീഗൽ അല്ല. ഹണി റോസ് ചെയ്തത് ഹണി റോസ് ആരുടെയെങ്കിലും അവകാശത്തെ, അവരുടെ സ്വയം നിർണയ അവകാശത്തെ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹണി റോസ് ആരെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹണി റോസിനെതിരെ പരാതി കൊടുക്കുക. ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി ഉണ്ട്. രണ്ടുപേരും ലൈംഗിക സ്വഭാവത്തോടു കൂടി പെരുമാറി എന്നുള്ളതൊന്നും പറയും. ഇതിൽ ഇരട്ടത്താപ്പൽ, ഇത് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള കാര്യമല്ല രാഹുൽ. ഇത് കാണുന്ന ആളുകൾ എന്താണ്, മണ്ടന്മാരാണ്? മിഥുനുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് പ്രശ്നം? ഒരാൾക്ക് വയലേഷൻ നേരിട്ടു എന്നുള്ളതല്ലേ പ്രശ്നം? ഹണി റോസ് എന്ന വ്യക്തിക്ക് ഒരു വയലേഷൻ നേരിട്ടു എന്നുള്ളതാണല്ലോ അവരുടെ പ്രശ്നം, അവരുടെ പരാതി. അതിനാണ് അവർ പരാതി കൊടുത്തത്. അപ്പോ എന്താണ് താങ്കൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് യുക്തി, എന്ത് ബോധം? ഇരട്ടത്താപ്പ് എന്താണ് ഇവിടെ? ഹണി റോസിന് പരാതി ഉണ്ടായി, അവരൊരു വയലേഷൻ നേരിട്ടു. അങ്ങനെ വേറെ ആർക്കെങ്കിലും പരാതി ഉണ്ടോ? അവരെ കുറിച്ച് പരാതി ഉണ്ടോ? എന്തൊരു മണ്ടത്തരമൊക്കെയാണ് ഈ പറയുന്നത്. അഭിലാഷ്, ഹണി റോസിനെ ഏറ്റവും ബഹുമാനത്തോടെ വിമർശിക്കൂ. ഒരിക്കലും ഹണി റോസിനെ കുറിച്ച് ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തില്ല.
അഭിലാഷ് മനസ്സിലാക്കേണ്ടത് ഹണി റോസിന്റെ വിമർശനം എന്ന് പറയുന്നത് ലീഗൽ റോങ് അല്ല, ഹണി റോസിനോട് ഒരു എത്തിക്കൽ റോങ് ആണ്. അതായത് ധാർമ്മികമായ ഒരു ചോദ്യമാണ് ഹണി റോസിനോടുള്ളത്. നിയമപരമായി ഹണി റോസ് ഒരു തെറ്റും ചെയ്തു എന്ന് ആരും പറയില്ല. പക്ഷേ നിയമപരമായി തെറ്റ് ചെയ്ത ഒരാളുടെ കാര്യത്തെയും ഹണി റോസിനെയും താങ്കൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുന്നതാണ്, സെക്ഷുവലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അങ്ങക്ക് ബോച്ചെ പറഞ്ഞതിൽ മാത്രമേ ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളൂ, എന്നാലേ ലിബറൽ പോയിന്റ് ഓഫ് വ്യൂ വിജയിക്കൂ. ലിബറൽ പോയിന്റ് ഓഫ് വ്യൂ അല്ല, ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. അങ്ങയുടെ പോയിന്റ് ഓഫ് താഴെ വീഴും. ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. ഏതെങ്കിലും വയലേഷൻ നേരിട്ടിട്ടുണ്ടോ? ഹണി റോസിൽ നിന്ന് നേരിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഹണി റോസ് നേരിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവർ പരാതി കൊടുത്തു. അതിലാണ് പോലീസ് ആക്ട് ചെയ്തത്, അതിലാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. എന്താണ് ഈ പറയുന്നത് രാഹുൽ ഈശ്വർ? കേരളത്തിൽ ഒരാളെങ്കിലും ബോച്ചെ പറഞ്ഞതിനെ ന്യായീകരിച്ചോ? താങ്കൾ 2-3 ദിവസമായിട്ട് ന്യായീകരിക്കുകയാണ്. ആൾക്കാരെങ്കിലും ന്യായീകരിച്ചോ? താങ്കൾ 2-3 ദിവസമായി ന്യായീകരിക്കുകയാണ്. പക്ഷെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കാനാണ് താങ്കൾ ഈ സെക്ഷുവലൈസേഷനും ഒബ്ജക്ടിഫിക്കേഷനും ഒക്കെ പറയുന്നത്. ന്യായീകരിക്കുകയാണ്, ആരും ന്യായീകരിക്കുന്നില്ല. താങ്കൾ ന്യായീകരിക്കുകയാണ്. ഹണി റോസും കൂടി ശ്രദ്ധിക്കണം. ഹണി റോസിന് മിതത്വം വേണം. ഇനിയിപ്പോ ആരും അവരെ കുറിച്ച് ദ്വയാർത്ഥം പറയരുത്. ബോബി ചെമ്മണ്ണൂരിന്റെ അടുത്ത് വരുമ്പോ അവർ ശ്രദ്ധിക്കണമെന്നാണോ? ഇപ്പൊ രാവിലെ ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു, അത് ഞാൻ ഇനി രാഹുൽ ഈശ്വറിന്റെ അടുത്തെങ്ങാനും വന്നാൽ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിച്ചേക്കാമെന്ന് എന്ന് പറയുന്നത് പോലെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അടുത്തൂടെ പോകുമ്പോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രോഗ്രാമിനെ വിളിച്ചാൽ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണമെന്നാണ്, എന്ത് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്? ഹണി റോസിനോട് നേരിട്ടുള്ള മറുപടി അല്ല, ഹണി റോസ് രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ വരുമ്പോഴല്ല, പൊതുവേദിയിലും സ്റ്റേജിലും പോകുമ്പോൾ നമ്മുടെ അമ്മ അച്ഛന്മാർ പ്രായമുള്ളവർ ചെറിയ പെൺകുട്ടികൾ ഇരിക്കുന്ന വേദിയിൽ പോകുമ്പോൾ കുറെ കൂടെ സഭ്യമായ വസ്ത്രധാരണം നടത്തണം. രാഹുൽ ഈശ്വറിന്റെ മുമ്പിലല്ല, പൊതുസമൂഹത്തിൽ. ആരാണ് ഈ സഭ്യതയും അമ്മയും ചെറിയ പെൺകുട്ടികളെ ആക്രമിക്കാൻ പോണത്? 10 സെക്കൻഡ് നോക്കൂ, 2 കാര്യമുണ്ട്. സ്ത്രീ ശരീരം താങ്കൾ പറഞ്ഞ സ്ത്രീകളൊന്നും പറയുന്നത് കേൾക്കൂ. ഈ ചർച്ചയിൽ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കളുടെ അജണ്ട എന്താണ്? ഇവിടെ എല്ലാവർക്കും സംസാരിക്കാൻ താങ്കൾ സമയം തരുമോ? ഇതിൽ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന എത്ര കാര്യങ്ങളുണ്ട് ഇവിടെ പറഞ്ഞു വെച്ച. ആകെ 4 മിനിറ്റ്. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റിന് ഒരു മറുപടി പറയൂ. ആശാ ഉണ്ണിത്തൻ എന്തോ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ വരാം. മിഥുന്റെ പ്രശ്നം ഇപ്പൊ തീർക്കാം. ഒരു കാര്യം ഒന്ന് തീരുമാനിച്ചിട്ട്. സ്ത്രീ ശരീരം ഡീഫോൾട്ടിലി രഹന ഫാത്തിമയുടെ കേസിൽ സ്ത്രീ ശരീരം ഡീഫോൾട്ടിലി രഹനയുടെ കേസിൽ സ്ത്രീ ശരീരം ഡീഫോൾട്ടിലി ഒബ്സീൻ അല്ല എന്ന് കോടതി പറഞ്ഞു. ഇവിടെ രാഹുൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡീഫോൾട്ടിലി ഒബ്സീനാണ്. അപ്പോൾ ഒബ്സീനായിട്ട് ഇങ്ങനെ നമ്മളുടെ സ്ത്രീകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രായമായ ആളുകൾ, കുഞ്ഞുങ്ങൾ, ചെറിയ പെൺകുട്ടികൾ അവരൊക്കെ ഈ ആൾക്കാരെ ആക്രമിക്കുമെന്നാണോ? പ്രായമായ അച്ഛനമ്മ എന്ത് ചെയ്യാൻ പോണ എനിക്ക് അപ്പോൾ ഒബ്സീൻ ആണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഹണി റോസിൻ്റെ ശരീരം അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവർ കാണിക്കുന്നതിൽ ഇയാൾ എന്തിനാ മിതത്വം, സദാചാരവും എന്ത് സാൻമാർഗികത്വമൊക്കെ കൊണ്ടുവരണേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ബ്യൂട്ടിഫുൾ ആണെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ആ ബ്യൂട്ടിഫുളിറ്റിനെ കാണിക്കുന്ന ഡ്രസ്സുകൾ ഇടുന്നത്. ഇപ്പം എനിക്ക് സാരി ഉടുക്കുമ്പോഴാണ് ഭംഗിയെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സാരി ഉടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനല്ലേ അവരെ വസ്ത്രം ധരിക്കണത്. അപ്പോൾ ഡീഫോൾട്ടിലി സ്ത്രീ ശരീരം ഒബ്സീൻ അല്ല എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞതാണ് ലീഗാലിറ്റി. എനിക്ക് പറയാനുള്ള ലീഗൽ എഡ്യൂക്കേഷൻ. രാഹുൽ ഈശ്വറെ, ലിബറൽ പോയിന്റോ കൺസർവേറ്റീവ് പോയിന്റോ അല്ല, ലീഗൽ പോയിന്റ് ആണ് സമൂഹത്തിൽ. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മിഥുനിലേക്ക് ഞാൻ വരാം. മിഥുൻ എന്തോ പറയുന്നുണ്ട്, ഞാൻ വന്നോളാം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വേണ്ടി മിഥുൻ, താങ്കളുടെ അവസരം. നോക്കൂ അഭിലാഷേ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് കേട്ടതൊന്നും ബോബി ചെമ്മണ്ണൂർ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. അദ്ദേഹം ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്താൻ തുടങ്ങിയതുകൊണ്ടാണ് നടപടി വന്നത് ലാസ്റ്റ്. അല്ല, ഇവിടെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ പറയട്ടെ, ഇതൊരു നടി ആയതുകൊണ്ടും അവരൊരു പ്രമുഖ ആയതുകൊണ്ടും മാത്രമാണ്. ഇതിനു മുമ്പ് അദ്ദേഹം പല സ്ത്രീകളെയും അപമാനിച്ചിട്ടുണ്ടല്ലോ. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പല സ്ത്രീകളെയും അപമാനിക്കുന്ന ആൾ അകത്ത് കിടക്കണ്ടേ? അതൊരു സ്വാഭാവിക നീതിയല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെയുള്ള വേദികളിൽ പോകുന്ന ഈ നടിക്ക് എന്താ ഒരു ബോധമില്ലേ? കാരണം അവർക്ക് ഒരു മോറൽ ഒബ്ലിഗേഷൻ ഇല്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ? നമുക്കിപ്പോ ഒരു റോഡിലൂടെ പോകണമെങ്കിൽ പട്ടി കടിച്ചേക്കൊന്നും വരും, നമ്മൾ യാത്ര മാറ്റി വെച്ച് വീട്ടിലിരിക്കോ? പോകേണ്ട കാര്യത്തിൽ പോണ്ടേ? അവർ ക്ഷണിക്കുമ്പം ആ ഒരു വേദി പങ്കിടാൻ അവർക്ക് ആവശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ബ്രാൻഡ് പ്രൊമോട്ട് പോയാളല്ലേ. അപ്പം അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സെക്ഷലി കളേർഡ് ആയിട്ടുള്ള റിമാർക്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഓഡിയൻസിനെ പോലെ തന്നെ ഈ നടിക്കും അതിലൊരു പങ്കില്ലേ? അതെങ്ങനെ നമ്മൾ മാറ്റിവെച്ച് ചർച്ച ചെയ്യുന്നത്? കാരണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈ പറഞ്ഞ പോലെ നമ്മൾ വിമർശിക്കാം, നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വിമർശിക്കാം. പക്ഷേ ആ നടിക്കൊരു ഉത്തരവാദിത്വമല്ലേ? അവരൊരു സെലിബ്രിറ്റി അല്ലേ? അവർക്ക് ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടല്ലേ മിഥുൻ പോലീസിൽ പരാതി കൊടുത്തത്?
അവർക്കൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ്. പക്ഷെ മറ്റു സ്ത്രീകളെയും ഇതുപോലെ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലുള്ള സെക്ഷലി കളേർഡ് ആയിട്ടുള്ള റിമാർക്സ് മറ്റു പലരെ കുറിച്ചും പറഞ്ഞിരുന്നു. ഇതേപോലെ ഡബിൾ മീനിംഗ് ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ഇതിനു മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റീൽസ് ഒക്കെ എടുത്തു നോക്കിയാൽ അദ്ദേഹം ഒരുപക്ഷെ ഇത്രയും അധികം വൈഡ് ഔട്ട്റീച്ച് ഉണ്ടാക്കാൻ സാധിച്ചത് തന്നെ ഈ ഡബിൾ മീനിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് എല്ലാവരും ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ്, അകത്ത് കിടക്കേണ്ട ആളാണെന്നാണ് മിഥുൻ പറഞ്ഞു വരുന്നത്. അല്ല, ഇവിടെ നടി അത്ര നിഷ്കളങ്കയാണെന്നല്ല ഞാൻ പറഞ്ഞു. നടിക്ക് ഇതിനെ കുറിച്ച് അറിയുമായിരുന്നില്ല. ഇങ്ങനെ ഒരു ആളെ പ്രൊമോട്ട് ചെയ്യാൻ ആ നടിക്ക് ഒരു നാണം ഉണ്ടായിരുന്നില്ലല്ലോ. അവരെവിടെയാണ് പ്രൊമോട്ട് ചെയ്തത്? അവര് ഒരു വർക്കിന് ഒരു ഇനോഗ്രേഷന് വിളിച്ചു, അവർ പോയി അവിടെ ചെമ്മണ്ണൂരിനെ പ്രൊമോട്ട് ചെയ്യാൻ അവരെവിടെ എന്ത് ചെയ്തു? അല്ല, ഇത്രയധികം സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, ഇത്രയധികം ഡബിൾ മീനിങ് വെച്ചുള്ള കോണ്ടന്റ് ഉണ്ടാക്കുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ പോകുന്ന ആ നടിക്ക് ഒരു മോറൽ ഒബ്ലിഗേഷൻ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന്റെ ന്യായീകരണം ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വിളിച്ചാൽ പോവാതിരിക്കണം, അവരുടെ കാരണം തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കണം. അവിടെ നിങ്ങൾക്ക് ഒരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകില്ല. അല്ലെങ്കിൽ മറ്റൊരു ഇങ്ങനെയുള്ള ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം താങ്കൾ ഒരു പരിപാടിക്ക് വിളിച്ചാൽ താങ്കൾ പോകില്ല. കാരണം അവിടെ ഒരു മോറൽ ഒബ്ലിഗേഷൻ താങ്കൾക്കുണ്ടാകും. പക്ഷെ ആ നടിക്ക് ആ മോറൽ ഒബ്ലിഗേഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അഡ്വക്കേറ്റ് ആശ ഒരു കമന്റിൽ അവസാനിപ്പിക്കാം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ ഈ ഒരു ഡ്രസ്സിങ്ങിന്റെ കാര്യമുണ്ടല്ലോ, ഈ ഡ്രസ്സിംഗ് സെൻസ്, ഇത് സൈക്കോളജിയിൽ പോലും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു അതിൽ പല പഠനങ്ങളുണ്ട്. കാരണം മോഡസ്റ്റ് ഡ്രസ്സിംഗ് എങ്ങനെയാണ് ഈ ഒരു പറയുന്ന പോലെ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുക എന്നും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പല ആസ്പെക്ട്സിനെയും മാറ്റി നിർത്താൻ എങ്ങനെ സഹായിക്കുക എന്നും അതിനെക്കുറിച്ച് സൈക്കോളജിയിൽ ഒരുപാട് പഠനങ്ങളുണ്ട്. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സൈക്കോളജി ഒന്നുമല്ലോ നമ്മുടെ വിഷയം, നിയമമല്ലേ. പെട്ടെന്ന് സമൂഹത്തിൽ ജീവിക്കണ വെറും ലീഗൽ ലെൻസിലൂടെ മാത്രം കണ്ടുകൊണ്ട് നയം പഠിച്ചുകൊണ്ട് മാത്രം ജീവിക്കും. വലിയൊരു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയൊരു ഹംഗാമ ഉണ്ടാക്കി തന്നെയാണ് നമ്മുടെ രഹമന ഫാത്തിമേനെ ബോഡി ആർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എന്നിട്ട് എന്താ ഉണ്ടായത്? കേരള ഹൈക്കോടതിയിൽ അത് കോഷ് ചെയ്യാൻ വേണ്ടി കേസ് കൊടുത്ത സമയത്ത് കൃത്യമായി പറഞ്ഞില്ലേ, അത് ഒരു സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ അത് ഡീഫോൾട്ട്ലി ഒബ്സീൻ അല്ല. അതിന് വീണ്ടും പറയാൻ കാരണം ഇതെല്ലാവരും അറിഞ്ഞിരിക്കാനാണ്. അത് എൻ്റെ അമ്മ മുണ്ടും ബ്ലൗസും ഇട്ടാണ് പണിയെടുത്തിരുന്നതെന്ന് പറയുമ്പോൾ അത് ഒബ്സീനാന്ന് പറയും നിങ്ങൾ. എൻ്റെ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒബ്സീനാന്ന് നിങ്ങൾ പറയും. എൻ്റെ അച്ഛൻ തോർത്തുമുണ്ട് മാത്രം എടുത്താൽ പണിയെടുത്തതെന്ന് പറഞ്ഞാൽ ഒബ്സീനാന്ന് പറയും. അങ്ങനെയല്ല, അത് മനുഷ്യൻ അവനവൻ്റെ, ഇപ്പോൾ എനിക്ക് സാരിയാണ് ഇഷ്ടം, നിങ്ങൾക്ക് ഒബ്സീനാന്ന് പറയാം. പക്ഷേ ഞാൻ ഡീഫോൾട്ടിൽ ഒബ്സീൻ അല്ല, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രധാരണത്തിൽ ഞാൻ ജീവിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നത് പോലെ. അത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ഞാൻ ഇരുമ്പ് മറയൊക്കെ വളരെ നന്ദി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഒപ്പം മറ്റ് അനൂപാപ്പച്ചൻ, PM ആതിര, രാഹുൽ ഈശ്വർ, മിഥുൻ, എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.